BJP മാർച്ച് വന്ന സമയത്ത് അത് ഇടപെട്ടത് അത് അത്രത്തോളം പരിചിതമല്ലാത്തൊരു കാര്യം കൂടിയായിരുന്നു. അത് ആളുകൾ അത്രത്തോളം ജനപ്രതിനിധികൾ അത് കണ്ടുവരാത്തൊരു ശീലം കൂടിയായിരുന്നു. അവരുടെ അവകാശങ്ങളാണ്, അവരുടെ അവകാശമാണ് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവസാനം പ്രസംഗിച്ചയാളുടെ പ്രസംഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ പുള്ളിക്ക് ഒരു കൈ കൊടുക്കാൻ പോയതാ. കൈ തരാൻ പറ്റുമോ? PR വർക്കിൽ ഒരിക്കലും വീട് പോയി കേരളം. അതിൻ്റെയാണ് നമ്മൾ 10 വർഷമായിട്ട് അനുഭവിക്കുന്നത്. നുണ പറയുന്നവരെ തിരിച്ചറിയുക. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളായിരിക്കില്ല, സ്കൂളുകളായിരിക്കും. പക്ഷെ ഞങ്ങൾ തുറന്നത് മൊത്തം ബാറായിരുന്നു. കേരളം മൊത്തം ബാറായിരുന്നു. ബാറുകൾ കൊണ്ട് നിറച്ചു. 11 മണി ബാറുകളുടെ കേസ് പറഞ്ഞപ്പോൾ തന്നെ 11 മണി എന്നുള്ളത് 12 മണിയായിട്ട് മാറ്റാൻ, ആ സമയം മാറ്റാനുള്ളൊരു തീരുമാനം വരെ 24 മണിക്കൂർ ആക്കട്ടെ. എന്തിനാ കുറയ്ക്കുന്നത്? 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ബാറുകളും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഇനി ചൂതാട്ട കേന്ദ്രങ്ങളും കൊണ്ടുവന്നേ ഉള്ളൂ. ഇനി ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഇപ്പം എത്രത്തോളം ശതമാനത്തിൽ നൽകണം വിജയ സാധ്യത? 99.9%. അടുത്തൊരു CM VD സതീശനായിരിക്കും എന്നുള്ളൊരു ഒരു ഊന്നൽ കൂടി ഉണ്ടോ അതിന്? ഇപ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര അനുവദിക്കണം എന്നുള്ളൊരു വാർത്ത ഭയങ്കരമായിട്ട് അത് പ്രശംസയ്ക്കും വിമർശനത്തിനും വിധേയമായിട്ടാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നഷ്ടത്തിലായി എന്നുള്ളത് ഇവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിക്കേണ്ടായി. ഗതാഗത വകുപ്പ് മന്ത്രി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പുള്ളിയുടെ ജോലി പോയതിനു ശേഷമുള്ള കാര്യമല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളുടെ ഗവൺമെൻറ് വരും, ഞങ്ങളത് പുഷ്പം പോലെ നടത്തി കാണിച്ചു തരും. ഉമ്മൻചാണ്ടിയുടെ പേര് വെച്ച് തന്നെ ഒരു പദ്ധതി നടപ്പിലാക്കുകയും അത് 25 ലക്ഷം രൂപ എൻ്റെ ഫാദറിന് സ്വപ്നമായിരുന്നത്. ഈശ്വര വിശ്വാസികൾ ആരും മരിക്കുന്നില്ല, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും മരിക്കുന്നില്ല അന്ന് ഞാൻ പറഞ്ഞു. ഇന്നും ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിരിക്കുക. അയാൾക്ക് തുല്യം അയാൾ തന്നെ, പകരമില്ല മറ്റൊരാൾ, ദുഃഖിതൻ്റെ കണ്ണുനീർ ഉപ്പുരസം ഒന്ന് മാത്രം, തൊട്ടെറിഞ്ഞ് കൂടെ നിന്ന നല്ല നായകൻ എന്നുള്ള. പക്ഷെ ഇന്ന് കാണുന്നൊരു സ്നേഹം ഞാൻ അന്ന് കണ്ടിട്ടില്ല. ഇല്ല. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ നിമിഷമെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഉയർപ്പെന്ന് വേണേൽ പറയാം. മരണമല്ലാതെ അദ്ദേഹത്തിൻ്റെ ഉയർപ്പാണ് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരികയായിരുന്നു. ഇത്രത്തോളം ഈ ഒരു സ്നേഹം നമുക്കൊപ്പം ഉണ്ട്, നിശബ്ദ സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ടത് കാണാൻ അദ്ദേഹം ഉള്ളപ്പോൾ ഇത് അദ്ദേഹം കാണുന്നുണ്ട് എന്നുള്ളത് എന്നിലൂടെ കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം എനിക്കറിയില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നികത്താനാവാത്തൊരു നഷ്ടം എന്നൊരു വാക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലാദ്യം പറയേണ്ട അധ്യായം പുതുപ്പള്ളിയുടേതും പുതുപ്പള്ളിയുടെ ജനനായകൻ ഉമ്മൻചാണ്ടി സാറിൻ്റെതായിരിക്കും. ഒരിക്കൽ കൂടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നഷ്ടം നികത്താനാവാത്തതല്ലെങ്കിലും അപ്പൻ്റെ പാത തുടർന്ന് പുതുപ്പള്ളിയുടെ പ്രിയ നേതാവായി മാറിയ ഒരാൾ, അപ്പൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ കൂടെ ചേരുന്നു. നമസ്കാരം. ഒരിക്കൽ കൂടി നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കളമൊരുങ്ങി കഴിഞ്ഞു. ആ ചൂടിൻ്റെ തിരക്കിലാണെന്നുള്ളത് ഞാൻ ഇന്ന് ഇത്രയും നേരം ഇവിടെ ഇരുന്ന ഇരിപ്പിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറേ കോളുകൾ ഇവിടെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ കൂടി ആ കളമൊരുങ്ങുമ്പോൾ ചാണ്ടി സാറില്ലാത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് വേണം അല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയൊരു നഷ്ടമാണ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും വലിയൊരു നഷ്ടമാണ്. ഇപ്പം നമുക്ക് എല്ലാം ഒരു സമയത്ത് അത് ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മളില്ലാതാവും. അപ്പം മറ്റുള്ളവർക്ക് അതിൻ്റെതായ ഒരു വേദന ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും നമ്മളത് ചുമക്കാനും പഠിക്കണം. ഒരു ഭാരമാണത്. അതെ. ഈ തുടക്കത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് എപ്പോഴും അതിനു മുമ്പായിട്ട് വർഷങ്ങളായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് സജീവമായിട്ട് നിന്നൊരാൾ, പൊതുപ്രവർത്തന സജീവമായിട്ടൊരാൾ ഈ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് മാറുന്നൊരു സമയം കൂടി ഉണ്ടായിരുന്നു. അപ്പം ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നമ്മളത് കണ്ടതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈ 2-2.5 വർഷക്കാലം അപ്പൻ്റെ പാത പിന്തുടർന്ന് എന്നുള്ള വാക്കുകൾ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ആ സ്നേഹം പുതുപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ, ജനങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ, ഈ സ്നേഹം എപ്പോഴെങ്കിലും ഈ റെസ്പോൺസിബിലിറ്റി ആവും, അതിൻ്റെ ഒപ്പം തന്നെ എവിടെയെങ്കിലും ഭയങ്കരമായിട്ടൊരു ഭാരം തന്നിട്ടുണ്ടോ ഈ ഒരു സമയം കൊണ്ട്? അല്ല, സ്വാഭാവികമായിട്ട് വലിയൊരു പ്രതീക്ഷയാണല്ലോ ജനങ്ങൾ വെക്കുന്നത്. അതിൽ എനിക്ക് ഫുള്ളായിട്ട് അത് എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. അത് നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഭാരം തന്നെയാണ്. അത് നമ്മൾ പിന്നെ അതങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. നമുക്കതിനൊക്കെ ഇന്നല്ലേ നാളെ വി ഷാൽ ഓവർകം സം ഡേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത് നമ്മളത് എക്സ്പെക്റ്റേഷനിലെത്തും എന്നുള്ള പ്രതീക്ഷ നമ്മൾ. ഞാൻ അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുക. പലപ്പോഴും
പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ പഠിച്ചതും ഞാൻ കണ്ടു വളർന്നതും ചെയ്യാനാവുമല്ലോ എന്നിൽ കൂടെ സംഭവിക്കുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ചാണ്ടിയുമ്മൻ എന്ന ഒരു പൊതുപ്രവർത്തനം ജനപ്രതിയായിട്ട് മാറുന്ന സമയത്ത് ചിലപ്പോൾ ചെയ്യേണ്ട ചില പ്രവർത്തികളെ കുറിച്ചൊക്കെ മനസ്സിൽ കുറച്ചൊന്ന് ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. പലപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്തിട്ടുണ്ടോ? എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പനിലൂടെ കണ്ട കുറേ കാര്യങ്ങളായിരിക്കും. അപ്പം ഞാനിത് മാറ്റി ചെയ്യുമ്പോൾ ജനങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എന്ന് ബോധപൂർവ്വം മാറ്റിയ ചില കാര്യങ്ങളുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പം ഫാദർ എല്ലാ ഞായറാഴ്ചയും കാണുന്ന ഒരു ഇവിടെ തന്നെ കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. എനിക്കത് അങ്ങോട്ട് ഫുള്ളി ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു 50 വീടുകൾ ഈ നാടിന് വേണ്ടി ചെയ്യാനുള്ള ഇറങ്ങി പുറപ്പെട്ടു. അതിൻ്റെതായ ചില പരിമിതികൾ എനിക്ക് വന്നു. അപ്പോൾ എല്ലാ ദിവസവും കാണുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഡിസിഷൻ. ഞാനങ്ങനെ സ്റ്റേറ്റിലെ വേറെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് മൊത്തം റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് യൂത്ത് ആയാലും സ്റ്റുഡൻറ് പൊളിറ്റിക്സ് ആയാലും യൂത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. നമുക്കങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്രീഡം നമുക്ക്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ നിൽക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എൻ്റെ പൊളിറ്റിക്സ് നടത്തുന്നത്. അസംബ്ലി ഉള്ളപ്പോൾ മാത്രം സാറ്റർഡേ സൺഡേ പോവുക എന്നുള്ളൊരു സംഭവം എന്നുള്ളത്. നമ്മൾ സൺഡേ ഹോളിഡേ സിനിമയിൽ കേപ്സിലടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എതിരെ നിൽക്കുന്നതിൻ്റെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണ് എന്ന് പറയുന്ന ആ ഡയലോഗിനെ ഏറ്റവും അനർത്ഥമാക്കുന്ന രീതിയിൽ സീൻ ഇപ്പോൾ കണ്ടു. വീടിനോട് ചേർന്ന് വന്ന ഒരു പ്രതിഷേധ മാർച്ചിനെ വളരെ ലളിതമായി വളരെ രസകരമായിട്ട് അതിനെ ഡീൽ ചെയ്യുന്നൊരു കാര്യം. പ്രതിഷേധിക്കുന്നവന് ശബ്ദമുണ്ട്, അവൻ്റെ ശബ്ദം അതിന് അവകാശമാണ് എന്നുള്ളൊരു പക്ഷം കൂടി ചേർന്ന് നിൽക്കുന്ന രീതിക്കാണ് BJP മാർച്ച് വന്ന സമയത്ത് അത് ഇടപെട്ടത്. അത് അത്രത്തോളം പരിചിതമല്ലാത്തൊരു കാര്യം കൂടിയായിരുന്നു. അത് ആളുകൾ അത്രത്തോളം ജനപ്രതിനിധികൾ അത് കണ്ടുവരാത്തൊരു ശീലം കൂടിയായിരുന്നു. അപ്പം എങ്ങനെ ഇതിന് ഭയങ്കര ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ അതല്ല, ഞാനിപ്പം അവരുടെ സമരം പൊളിച്ചൊന്നും അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. അവരുടെ അവകാശങ്ങളാണ്, അവരുടെ അവകാശമാണ് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യാന്നുള്ളത്. അപ്പം അവസാനം പ്രസംഗിച്ചയാളുടെ പ്രസംഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ പുള്ളിക്കൊരു കൈ കൊടുക്കാൻ പോയതാ. എല്ലാവർക്കും കൈ കൊടുത്ത് പോയെന്നുള്ളൂ, അല്ലാതെ നമ്മളൊരു എനിക്കൊരു സന്തോഷം തോന്നി. കാരണം അവരുടെ ഒരു വ്യൂ പോയിന്റ് എനിക്കൊരു മനസ്സിനെ തട്ടിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് പോയി അവർക്കൊരു അഭിനന്ദനം അറിയിക്കാൻ പോയെന്നുള്ളൂ, അല്ലാതെ നെഗറ്റീവ്ലി ഞാൻ കണ്ടതല്ല. അത് അവർക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരാണ്, അവരോട് നമുക്കൊരു വിദ്വേഷമോ ഒരു പ്രശ്നമില്ല. അപ്പം അവരും വളരെ മാന്യമായിട്ടുള്ള ഒരു അതാണ് ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പരസ്പരം ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാനുള്ളത് അവർ പറഞ്ഞപ്പോൾ തന്നെ പറയാനുള്ളത് പറഞ്ഞു, പ്രതിഷേധിക്കാനുള്ളത് പ്രതിഷേധിച്ചു. എനിക്കെതിരെയുള്ള കാര്യങ്ങൾ അവർക്ക് പറയാനുള്ളത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ എന്തൊരു മര്യാദയായിരുന്നു. അതാണ് രാഷ്ട്രീയ മര്യാദ. ഒരു പരസ്പരം, അല്ലാതെ എല്ലാവരെയും അപമാനിച്ചും എല്ലാവരെയും മോശക്കാരാക്കി പോകുന്ന ഒരു രാഷ്ട്രീയത്തിനോട് എനിക്ക് യോജിപ്പില്ല. അവരെ ഒരിക്കലും അവർ സമരം പൊളിച്ചതല്ല. അവർ സമരത്തിന് ശേഷം ഞാൻ അവർക്കൊരു കൈ കൊടുത്തതേ ഉള്ളൂ. അതിനകത്ത് വേറെ അർത്ഥം കാണേണ്ട കാര്യമില്ല. ഞാൻ വളരെ പോസിറ്റീവ്ലി എടുത്തൊരു കാര്യമാണ്. അവരെയും ഞാൻ അഭിനന്ദിക്കുക, കാരണം അവർ പോസിറ്റീവ്ലി എടുത്തത്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ എനിക്ക് കൈ തന്നത് അവരുടെ മഹാത്മ്യം കൂടിയാണ്. ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികൾക്കും അത് അറിയത്തില്ല എന്നുള്ളത് ഞാനത് പറയും. അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ള സംഭവമുണ്ട്. കാരണം ചില വരുന്നത് പ്രതിഷേധസ്വരാണ്, വരുന്നവരെ എതിർച്ചേരിയുള്ളവർ കൂടി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രതിഷേധങ്ങൾ വരുന്ന സമയത്ത് കാണുന്ന രീതികൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രതിഷേധം ഭയങ്കരമായിട്ടത് മന്ത്രി വീണയ്ക്കെതിരെ നടന്ന സംഭവം കൂടി. അപ്പം അത് ഭയങ്കരമായിട്ട് വിവാദം നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിനെ ഭയങ്കര ലളിതമായി കാണുന്നത്. അപ്പം ഇത് എവിടെയാണ് ഈ എതിർച്ചേരിയാണെങ്കിലും അല്ലെങ്കിൽ വിമർശനങ്ങളാണെങ്കിലും പ്രതിഷേധമാണെങ്കിലും പോലും അവർക്ക് ശബ്ദമുണ്ട്, അവർക്കൊപ്പം നിൽക്കണം, അവരുടെ സൈഡ് കൂടിയും ചിന്തിക്കണമെന്ന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താ? അതിപ്പം ഇവിടെ ചരിത്രം പുതുപ്പള്ളിക്കുണ്ട്. ഒരു 10-40 വർഷം മുമ്പ് സെക്രട്ടേറിയറ്റ് വളഞ്ഞ പോലെ CPM-കാർ ഇവിടെ വളയാൻ വന്നു, ഉമ്മയുടെ ഹൗസ്. അപ്പം അന്ന് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് കപ്പയും ബീഫും കഴിഞ്ഞിട്ടാണ് അവർ പോയത്. അപ്പം അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പം അപ്പയാണെങ്കിലും പലതവണ സമരങ്ങളെ പോസിറ്റീവ്ലിയാണ്, അല്ലെങ്കിൽ അവരോടും ഒരു അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. നമ്മുടെ ഒരു സമീപനം അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കമൻസുകൾ 2 തരത്തിലാണ് വന്നിരുന്നത്. ഒന്ന്, ആ അപ്പൻ്റെ മകൻ തന്നെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാ ആളുകളെയും ഒരേപോലെ കാണുന്ന, രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരേ രീതിയിൽ കാണുന്ന ഒരു നേതാവാണെന്ന രീതിക്ക് വരുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നത് ചായ്വ് BJP-യിലേക്കോ എന്നുള്ള ഒരു രീതിയിലേക്കും, അല്ലെങ്കിൽ ഭാവിയിൽ അങ്ങോട്ടും പോവേണ്ടതില്ലേ എന്നുള്ളത്. അപ്പോൾ സമാനമായിട്ട് നടക്കുന്നതോ മുൻപ് നടക്കുന്ന വിഷയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള കൂറുമാറ്റങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രവണതയും കൂടി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇത്തരം അഭിപ്രായങ്ങളോട് കമൻസ് എങ്ങനെ നോക്കി കാണും? ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എത്രയോ പരിപാടി പങ്കെടുത്തു പ്രധാനമന്ത്രിയായിട്ട്, അദ്ദേഹം അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം മാത്രമാണ് വ്യത്യാസം കണ്ടത്. എന്തോ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു, സീറ്റ് അവിടെ റിസർവ് ചെയ്തില്ല എന്നും പറഞ്ഞു പോയി. അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. അല്ലെ പിന്നെ മന്ത്രിയുടെ പേര് അവിടെ എഴുതി വെക്കൂ. ഇപ്പോൾ ഞാൻ പറയുന്നത്, ആദ്യം മെട്രോ ഉദ്ഘാടനം നടത്തി, പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പങ്കെടുത്തു, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിൻ്റെ പ്രവർത്തനം മൊത്തം നടത്തി, അവരെ പേര് പോലും പറയാതിരിക്കാൻ ശ്രദ്ധിച്ചു. വിഴിഞ്ഞം പദ്ധതിയിലും അത് തന്നെ, കണ്ണൂർ എയർപോർട്ടിലും അത് തന്നെ. അപ്പോൾ അന്ന് പരിപാടി നടത്തിയപ്പോഴേക്കും ഇവർ BJP പോകുമായിരുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ട് പക്ഷേ പ്രതിഷേധങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ പൊതുപരിപാടികളിലോ പൊതുയിടങ്ങളിലോ അല്ലെങ്കിൽ മാത്രമല്ലാതെ ഈ പ്രതിഷേധങ്ങൾ വരുന്ന സമയത്ത് ഒരു എതിർപ്പിൻ്റെ സ്വരം എപ്പോഴും ഉണ്ടാവാറുണ്ടായിരിക്കും അല്ലേ? ഒന്നില്ലെങ്കിൽ ഇപ്പോൾ എത്രത്തോളം സ്വീകരിച്ചില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പുതുമയുള്ള കാഴ്ചകൾ പലപ്പോഴും വരുമ്പോൾ അതിൽ സ്വാഭാവികതയ്ക്ക് അപ്പുറത്തേക്ക് അസ്വാഭാവികത കാണാനായിരിക്കും കുറേ കൂടി ഇഷ്ടം ഉണ്ടാവുക അല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും തന്നെയുള്ള ഒരു അസ്വാഭാവികത കാണുന്നത്. ഞാനും അതേപോലെ അസ്വാഭാവികത സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റൂ. അതെ, കാരണം നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ കാര്യമായിട്ട് ശബ്ദിക്കാറില്ല, എതിർക്കാറില്ല. അപ്പോൾ പിന്നെ നമ്മളും അസ്വാഭാവികമായിട്ട് സംശയിക്കുന്ന തെറ്റുകളുണ്ട്. ഞാൻ പ്രതിഷേധങ്ങൾ കൃത്യമായി പറഞ്ഞും രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളൂ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ പൊതുവെ ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ജനങ്ങൾ മാർക്കിടാൻ തുടങ്ങും. എങ്ങനെയുണ്ടായിരുന്ന ഒരു വിലയിരുത്തൽ നടക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ തന്നെയാണ് അഭിപ്രായ സർവേ എന്ന രീതിയിലേക്ക് റിപ്പോർട്ടർ ടിവിയുടെ മികച്ച MLA-മാർ തിരഞ്ഞെടുക്കുന്ന സർവേ കണ്ടു. അപ്പം അതിൽ 9ാം റാങ്ക് വരുന്നു. അതിനൊപ്പം തന്നെ UDF MLA-മാരിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നു. ചെന്നിത്തല സാറിനൊപ്പം തന്നെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളിൽ എത്രത്തോളം അല്ലെങ്കിൽ അത്തരം സർവേകളിൽ എത്രത്തോളം വിശ്വസിക്കുന്നു, അതിനെ സ്വീകാര്യത കാണുന്നു എന്ന് എനിക്കറിയില്ല. ഇത്ര അഭിപ്രായ സർവത്തെ എങ്ങനെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ ഒരു ജനവികാരത്തെ എങ്ങനെ നോക്കി? അഭിപ്രായ സർവേക്കപ്പുറം ഒരു ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. അത് എവിടെ ചെന്നാലും എനിക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് എന്ന് ഞാൻ വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞാൻ ഇന്നലെ എറണാകുളത്ത് പോയപ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പരിപാടിക്ക് പോയപ്പോഴും ഞാൻ 1.5 മണിക്കൂർ എടുത്തിട്ടാണ് പുത്തരക്കണ്ടത്തിൽ നിന്ന് പുറത്തു വന്നത്. ഓൾമോസ്റ്റ് അത്രയും നേരം ആൾക്കാരുമായി ഫോട്ടോ എടുത്ത്. അതേപോലെ തന്നെ എറണാകുളത്തെ പരിപാടിക്ക് പോയപ്പോഴും ഞാൻ ഫുൾ ടൈം ആളുകളുടെ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ ആളുകളുടെ സ്നേഹം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് എന്നോടുള്ള സ്നേഹത്തിനപ്പുറം അപ്പോഴുള്ള സ്നേഹമാണ്. അപ്പോഴേ ഉള്ള റിഫ്ലക്ഷൻ എന്നുള്ളത് മാത്രമേ ഞാനത് കരുതുന്നുള്ളൂ. അപ്പം അങ്ങനെ സ്നേഹം കേരളം മുഴുവൻ എനിക്ക് കിട്ടുന്നത് എനിക്ക് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ പലപ്പോഴും ഈ സ്നേഹം വോട്ടായിട്ട് മാറേണ്ടത് കൂടി ഉണ്ട് എന്നുള്ളത്. ഇപ്പം പലപ്പോഴും പ്രിയപ്പെട്ട നേതാക്കളാണെന്ന് പറയുമ്പോഴും സ്നേഹമുണ്ടെന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം വരുന്ന സമയത്ത് ഇത് വോട്ടായിട്ട് മാറുന്നത് പലരിലും കാണാറില്ല. അങ്ങനെ കുറേ പേര് നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഈ സ്നേഹം തന്നെ അത് പലപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം വരുന്ന സമയത്ത് ഈ ഭൂരിപക്ഷത്തിൻ്റെ കേസ് കൂടിയും പറയും. വിജയം ഉറപ്പിച്ച സീറ്റുകളിൽ ഭൂരിപക്ഷം കൂടിയും ഒരു മാനദണ്ഡമായിട്ട് മാറുന്നൊരു സമയം കൂടി വരാറുണ്ട്. അപ്പം ഇത്തരത്തിലെ കുറേയും കൂടിയും അതിനെ ചിന്തിക്കാറുണ്ടോ? ഇതൊരു ടെൻഷൻ ഉണ്ടാക്കാറുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഇലക്ഷനപ്പുറം മനുഷ്യത്വമാണ് വലുത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം രാഷ്ട്രീയത്തിനപ്പുറം ഇപ്പം ഇത്രയും വലിയൊരു അംഗീകാരം കേരളം തരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ച് കേരളത്തിലെ ഏത് ഭാഗത്തു നിന്ന് പോയാലും ആളുകളുടെ ഒരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല. ഒരു പദവി എനിക്ക് ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മാരാമൺ ഒരു പരിപാടിയിൽ പോയപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇനിയൊരു പദവിയുടെ ആവശ്യം എന്താ? പദവിയുടെ ആവശ്യം പോലും ഇല്ല. കാരണം ഇത്രയധികം സ്നേഹം തന്ന് അത് നിലനിർത്തുക. പദവി കൂടുമ്പോഴാണ് നമ്മുടെ പ്രഷർ, റെസ്പോൺസിബിലിറ്റി കൂടും, ഉത്തരവാദിത്വം കൂടും, ഭാരമായിട്ട് മാറും. അപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ അവർ നിരാശരാകും. നമ്മുടെ ഒരു ആക്ഷൻ പോലും തെറ്റിപ്പോയാൽ നിരാശരാകും. അപ്പം ഭാരം കുറഞ്ഞിരിക്കുവാണെങ്കിൽ, ഭാരം ഇല്ലാതിരിക്കുവാണെങ്കിൽ അതായിരിക്കും ഇച്ചിലൂടെ നല്ലത്. കാരണം ജനങ്ങളുടെ ഇടയിൽ ഇത്രയും ഒരു സ്നേഹം, ഞാനൊരു MLA നിലയ്ക്ക് മാത്രം നിൽക്കുമ്പോൾ കേരളം മുഴുവൻ ഒരു സ്നേഹം ലഭിക്കുന്നുണ്ടെങ്കിൽ ഭാരം അധികം ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കുറേ അധികം വാചകങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു, വരികളായിരുന്നു. ജയിക്ക് നീ മത്സരിക്കുന്നത് ഓൾറെഡി തോറ്റ മണ്ഡലത്തിലാണ്. കാരണം അവിടെ മത്സരിക്കുന്നത് ചാണ്ടി ഉമ്മനാണെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾ കാണുന്നത് ഉമ്മൻചാണ്ടിയാണെന്നുള്ളൊരു വാചകം ഉണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷനിൽ കിട്ടിയ റിസൾട്ടും അത്രത്തോളം തന്നെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളത്. ഇനി ഒരു ഇലക്ഷന് വരുന്ന സമയത്ത് പുതുപ്പള്ളിയുടെ ചിത്രം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് ഒരു പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ തന്നെയാണ്. അത് സീരിയസ് ഫൈറ്റാണ്. ആ സീരിയസ് ഫൈറ്റിൽ ഞങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. അതിൽ കോൺഗ്രസ് പാർട്ടി സജീവമായി നിൽക്കുന്നു എന്നാണ്. ഞാൻ മണ്ഡലം കമ്മിറ്റികളിലൊക്കെ 5 മണ്ഡലം കമ്മിറ്റികൾ കഴിഞ്ഞു. 5ലും വളരെ സജീവമായ സാന്നിധ്യമാണ് എല്ലായിടത്തും ഉള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അപ്പം മണ്ഡലം മൊത്തം ഒരു പോസിറ്റീവ് വൈബിലാണ് നിൽക്കുന്നത്. ഈ MP-മാർ MLA-മാർ ആവേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ സജീവമാവുന്നു. അപ്പം അത്തരം അഭിപ്രായങ്ങളോടെ തീരുമാനിക്കും. പാർട്ടിയുടെ തീരുമാനമല്ല. ഇപ്പോൾ പാർട്ടിക്ക് MLA-മാർ മത്സരിക്കണമെന്നാണെങ്കിൽ MP സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതാണോ, അങ്ങനെ തിരിച്ചാണെങ്കിൽ അങ്ങനെ. അപ്പം ഏതാണോ അനുയോജ്യം എന്ന് അവർ കരുതുന്നു അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതുള്ളൂ. പാർട്ടിക്കാണ് നമുക്ക് അതിനകത്ത് റോളും. നമ്മളൊരു ഫസ്റ്റ് ടൈം MLA തന്നെ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലോ. അത്തരത്തിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടെന്നുള്ള രീതിയിലേക്ക് കൂടിയായിരുന്നു ഈ ചർച്ചകൾ കുറച്ചുകൂടി സജീവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലൊരു അഭിപ്രായം, അതിപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന ഒരു മുതൽക്കൂട്ടാണെങ്കിൽ അത് സംശയമൊന്നുമില്ല, പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് എവിടെ അദ്ദേഹം മത്സരിച്ചാലും. അതിനകത്ത് തെറ്റില്ല. പക്ഷേ അതൊക്കെ പാർട്ടിയുടെ തീരുമാനമല്ലേ. അത്തരത്തിൽ അതിനൊപ്പം തന്നെ ഇപ്പോൾ MP-മാർ മത്സരിക്കേണ്ടതും ഒപ്പം തന്നെ ചേർത്ത് വയ്ക്കാൻ
സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് ഈ പലപ്പോഴും ഈ വിജയം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മണ്ഡലങ്ങളിൽ മാറി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നമ്മൾ കാണാറുണ്ട്, എല്ലാത്തരം പാർട്ടികളും കാണാറുണ്ട്. എന്ത് തോന്നുന്നു, അവനവൻ്റെ പ്രവർത്തന മണ്ഡലം, ജനിച്ചു വളർന്ന മണ്ഡലത്തിൽ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതാണോ അനുയോജ്യം? അതല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമില്ല. രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സിൽ ഇലക്ഷനിൽ വിജയമാണ് പ്രധാനം, എവിടെ നിന്നാലും. ഇപ്പം ഭൂരിപക്ഷം സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ എന്താ അർത്ഥം? ഞങ്ങൾ ആരെവിടെ നിന്ന് ഇപ്പം ഇവിടെ നമ്മൾ ജയിക്കുന്ന ഒരു സീറ്റിൽ നിൽക്കാതെ ഒരു തോക്കുന്ന സീറ്റിൽ പോയി മത്സരിച്ചു, അവിടെ ജയിച്ചില്ല, ഇവിടെ ജയിക്കായിരുന്നു, ഞങ്ങളുടെ ഒരാൾ പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ ആ ജയത്തിന് വേണ്ടിയിട്ട് ആ മണ്ഡലത്തോട്ട് വരുമ്പോൾ അവിടെ ചിലപ്പോൾ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തനമായിട്ട് ജനപ്രതിനിധിയായിട്ട് മാറേണ്ട ഒരുപാട് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ അവസരം കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവില്ലേ? അല്ലാതെ ഇപ്പം നമുക്കിപ്പം ഒരു രാഷ്ട്രീയത്തിൽ വല്ലോ കൃത്യമായി പറയാൻ സാധിക്കും ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ നടക്കുമെന്ന്. ഇപ്പം അടുത്ത ഇലക്ഷൻ ആര് ജയിക്കുമെന്നുള്ള നമ്മളെല്ലാം പ്രതീക്ഷയാണ് UDF ജയിക്കുന്നത്. പക്ഷെ 100% പറയാൻ സാധിക്കുമോ? 100% നമ്മുടെ വിശ്വാസമാണ്. 99% നടക്കണം. പക്ഷെ അപ്പോഴും എക്സ് ഫാക്ടർ ഉണ്ട് അവിടെ. ഇപ്പം എത്രത്തോളം ശതമാനത്തിൽ നിൽക്കുന്നു വിജയ സാധ്യത? 99.9% നിൽക്കുന്നു. ആ 99.99 പൊതുയാത്ര എത്രത്തോളം ഊർജ്ജം നൽകിയിട്ടുണ്ട്? ഭയങ്കര ഊർജ്ജമല്ലേ. കേരളമെമ്പാടും ഒരു എന്താ പറയുക, തരംഗം സൃഷ്ടിച്ച യാത്രയല്ലേ ഉണ്ട്. ആ പുതുയാത്ര കൊണ്ട് ഊർജ്ജം കിട്ടി, അല്ലെങ്കിൽ കുറേ കൂടി വിജയസാധ്യത ഉറപ്പുവരുത്തിയതിനൊപ്പം തന്നെ അടുത്തൊരു CM VD സതീശനായിരിക്കും എന്നുള്ളൊരു ഒരു ഊന്നൽ കൂടി ഉണ്ടോ അതിന്? അല്ല, CM എന്നുള്ള പാർട്ടി തീരുമാനിക്കുന്നത് ഇലക്ഷന് ശേഷം. അതിപ്പോൾ പാർട്ടിക്ക് ആരെ വേണം തീരുമാനിക്കാം. ശരിക്കും അങ്ങനെ ഒരു കൊടുക്കുന്നുണ്ടോ അതിനൊരു ഒരു പ്രാധാന്യം പുതുയാത്രയോടെ പറയാതെ പറഞ്ഞു പോകുന്നുണ്ടോ? അല്ല, അപ്പോൾ അത് പാർട്ടി തീരുമാനിക്കും എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെ ഒരു MLA എന്നുള്ളൊരു ഒരു വീക്ഷണം എങ്ങനെയാണ്? അതിപ്പോൾ പാർട്ടി ആരാണെങ്കിലും ആരെ തീരുമാനിച്ചാലും ഞങ്ങൾ പ്രശ്നമില്ല. ഇല്ല, ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അമ്പെയ്ത്തുകൾ നല്ലപോലെ നടക്കുന്നുണ്ട്. ഒരു ഇലക്ഷനോടനുബന്ധിച്ച് നടക്കുന്ന സമയത്ത് തന്നെ ആരെയും ഒക്കെ അങ്ങോട്ട് വിമർശനങ്ങളും പ്രതിഷേധങ്ങളും വരാം. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടുമായിട്ട് വിഷയങ്ങൾ ഭയങ്കരമായിട്ട് വന്നിരുന്നു. പ്രത്യേകമായിട്ടുള്ള നല്ല രീതിയിലേക്കുള്ള ഒരു പ്രതികരണങ്ങൾ ഭയങ്കരമായിട്ട് സംഭവിച്ചു കണ്ടില്ല. അപ്പം എന്തുകൊണ്ടായിരുന്നു നമുക്കിപ്പോൾ ഏതാ രാഹുൽ മാങ്കൂട്ടുമായ വിഷയത്തിൽ ഭയങ്കരമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് തയ്യാറാവാതിരുന്നത്? അല്ല, ഞാനെല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചപ്പോഴൊക്കെ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ലീഗലാണോ അല്ലയോ എന്നുള്ളത് കോടതി തെളിയിക്കേണ്ട കാര്യം. ഓക്കെ, തെറ്റ് പറ്റിയോ ഇല്ലയോ എന്നുള്ളത് കോടതി നിയമപരമായ തെറ്റ്. ബാക്കിയുള്ള തെറ്റിനൊന്നും നമുക്കിവിടെ ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യാൻ ആർക്കും അധികാരമില്ലല്ലോ, ആർക്കും അവകാശമില്ല. അപ്പം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളത് ഞാൻ പറയും. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ ആ വിഷയം? ഇല്ല, ഇല്ല. ഒരിക്കൽ കൂടി അതിനെ മാറ്റി നിർത്തപ്പെടുമ്പോൾ അതും മാറി നിൽക്കും എന്നൊരു ചിന്തയുണ്ടോ? അദ്ദേഹം പാർട്ടിയിലില്ല, അദ്ദേഹം പാർട്ടിയിലിരുന്ന പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം. നമുക്ക് വേറൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ തീരുമാനം. നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെ ഈ ചർച്ചകളിൽ ഒരു രണ്ടഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു, രാഹുലായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലായിട്ടും ഒക്കെ. അപ്പോൾ ചാണ്ടി സാറിൻ്റെ അഭിപ്രായം കേട്ടില്ല എന്നുള്ളൊരു അപ്പോഴേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് ഉണ്ടായിരുന്നു. ആ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടോ, നിലനിൽക്കുന്നുണ്ടോ? അത് അന്ന് അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണല്ലോ സെപ്പറേറ്റ് ഞങ്ങൾ മത്സരിച്ചത്. ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചതും മത്സരിച്ചതും അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുകൊണ്ടാണ്. കാരണം ആ സാഹചര്യത്തിൽ ഞാൻ കാരണങ്ങളൊക്കെ പോകുന്നില്ല, ഞങ്ങളുടെ ഇൻറ്റേർണൽ മാറ്റർ. അപ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു, യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് മത്സരിച്ചത്. എല്ലാ പബ്ലിക്കലി നോണാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. ആ ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ടോ? അല്ല, അന്ന് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ എതിർചേരിയുള്ളവരെ പോലും അത്രത്തോളം സൗമ്യമായിട്ട് ഡീൽ ചെയ്യാൻ ഒപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരാൾ ഇത്തരം അഭിപ്രായങ്ങളെ എങ്ങനെയാണ് ശരിക്കും അതിനെ സോൾവ് ചെയ്യാറുള്ളത്? ഇന്റേണൽ പൊളിറ്റിക്സ് അല്ലേ. ഇന്റേണലകത്ത് പാർട്ടിക്കകത്ത് ഇലക്ഷന് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഞങ്ങൾ വിനിയോഗിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പാർട്ടിക്ക് പുറത്തല്ല പറയേണ്ടത്, പാർട്ടിക്കകത്ത് വേദി ഉണ്ടെങ്കിൽ ആ വേദിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചു. ഏറ്റവും ഒടുവിൽ KB ഗണേഷ് കുമാർ വിഷയം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, ചാണ്ടി സാറിനോട് ചെയ്തതിന് തിരിച്ചു കിട്ടി എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷേ അതേ ചാണ്ടി സാറിൻ്റെ മകൻ തന്നെ പറയുന്നത് അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്, അത് കുടുംബ പ്രശ്നമാണ്, അത് ശരിക്കും ഒരു മാധ്യമവിചാരണ ചെയ്യേണ്ടതോ ആ അഭിപ്രായം പറയേണ്ടതോ ഇല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് വന്നത്. അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു രീതിയിലേക്ക് കൂടിയായിരുന്നു. എന്താ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് കാരണം? അത് യാഥാർത്ഥ്യമായതുകൊണ്ട് ആണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും നമ്മൾ കയറി അഭിപ്രായം പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലീഗലി റോങ് ഉണ്ടെങ്കിൽ അവർ കംപ്ലൈൻറ്റ് ചെയ്യട്ടെ. അവർക്ക് കംപ്ലൈൻറ്റ് ഇല്ലാന്ന് പിന്നെ അവർ തന്നെ പറഞ്ഞില്ലേ. ആ ഫാമിലി തന്നെ പറയുന്നു കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പറയുന്നു. പിന്നെ ആ ഒരു കാര്യത്തിൽ പിന്നെ ഫർദർ എന്താ പിന്നെ സജസ്റ്റ് ചെയ്യാനുള്ളത്, കമൻറ്റ് ചെയ്യാനുള്ളത് ഒന്നുമില്ലല്ലോ. സാധാരണ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കിട്ടിയതെല്ലാം കച്ചിത്തുരുമ്പ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പൊതുവെ എല്ലാവരും കാണുക. അപ്പോൾ നമ്മളെ വ്യക്തിപരമായി
വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഞാൻ ആർക്കെതിരെയും വ്യക്തി സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ കടന്നുപോയത് ആ ഒരു അവസ്ഥയായതുകൊണ്ട് എൻ്റെ ഫാദറിനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടും ഞങ്ങളത് പറയില്ല. അവർക്ക് തിരിച്ച് പറയാം, അവരുടെ ഇഷ്ടമാണ്, ഞാൻ പറയില്ല. ചെയ്തത് അതേ രീതിയിൽ ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അതേ രീതിയിലേക്ക് വാക്കുപയോഗിക്കേണ്ടതില്ല, അല്ല പരമാവധി പറയാതിരിക്കുകയാണ് നല്ലത്. ഉണ്ട്. ശരിക്കും ഈ വിമർശനങ്ങളുടെ ഭാഗമാവേണ്ടതില്ല, അനാവശ്യമായിട്ട് മറ്റുള്ളവരെ എന്താ പറയുക മുഷിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു ബോധപൂർവമായ ശ്രമം ഉണ്ടോ? ശരിക്കേണ്ടതെന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു വ്യക്തിപരമായ ഒരു കാര്യത്തിൽ നമ്മളെന്തോ അഭിപ്രായം പറയാനേ, അത് ഓരോരുത്തരുടെ വ്യക്തികളുടെ കാര്യമല്ലേ. പിന്നെ മൊറാലിറ്റിയെക്കുറിച്ച് ആർക്കും ക്ലാസ് എടുക്കാൻ ആർക്കും പറ്റിയില്ല, അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. ശരിക്കും അതിൽ പലപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടു. ശരിക്കും CPM അല്ലെങ്കിൽ CPM ബന്ധപ്പെട്ട ചാനലുകളിൽ ഇതിനോടുമായി ബന്ധപ്പെട്ട അഭിപ്രായം വരുന്നു എന്നുള്ളത് ഞാൻ നോക്കി കാണട്ടെ എന്ന് പറയുന്നു. പ്രതീക്ഷിച്ച് എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഭാഗത്തുനിന്ന് കണ്ടോ എവിടെയെങ്കിലും? മിണ്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ബദിരരും മുഖരും ആയിപ്പോയി, സൈലന്റ് ആയിപ്പോയി. ആ കാര്യത്തിൽ അതിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിരിക്കുകയാണ്. അതിന് കൃത്യമായിട്ട് ഉത്തരം സംഭവിക്കുകയും ചെയ്തില്ല. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയുക, അതിനൈതികത, നൈതികമായിട്ടില്ല, അതിനൈതികത. എന്താ പറയുക, സീസറിന്റെ ഭാര്യ എപ്പോഴും സംശയങ്ങൾക്ക് അതീതയായിരിക്കണം. സീസറിന്റെ ഭാര്യ സംശയം ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം മിണ്ടുന്നില്ലല്ലോ. അതാണ് യഥാർത്ഥ കാലത്തിന്റെ കാവ്യനീതി. അതെ, ഈ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കിടക്കണ്ട എന്ന് പറയുന്നത് പലപ്പോഴും ഈ പൊതുപ്രവർത്തകരുടെ വ്യക്തിജീവിതവും പലപ്പോഴും അല്ലെ ഈ ഓഡിറ്റിങ്ങിന് വിധേയമാവാറുണ്ട്. ആളുകൾ സസൂക്ഷ്മം ശ്രമിക്കാറുണ്ട്, പരിശോധിക്കാറുണ്ട് എന്നുള്ള രീതിയിലേക്ക്. ഇത് എവിടേക്കോ സ്വകാര്യമായ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നുണ്ട് പൊതുപ്രവർത്തനത്തിൽ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, വ്യക്തി ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ പൊതുപ്രവർത്തകർക്ക് വ്യക്തി ജീവിതം എന്ന് പറഞ്ഞൊരു കാര്യം അപൂർവമാണ്. എല്ലാം ഓഡിറ്റഡ് ആവും. അപ്പം അതത് വ്യക്തികൾ അതത് രീതിയിൽ സൂക്ഷിക്കുക എന്ന് മാത്രമേ ഞാൻ പറയൂ. ആണല്ലോ. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വിവാഹ ജീവിതത്തിലോട്ട് കടന്നിട്ടില്ല. അപ്പോൾ എല്ലാം ജനങ്ങളുടെ അല്ലെങ്കിൽ അതായത് പൊതുപ്രവർത്തനത്തിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് മാറുന്ന ഒരു സമയത്തിൽ കൂടി സജീവമായിട്ട് നിൽക്കുന്നു. അപ്പം ഇത് എവിടെയെങ്കിലുമൊക്കെ മറ്റൊരു ലൈഫ് ശരിക്കും ഇഷ്ടപ്പെട്ടുന്ന ഒരാളാണോ? ഞാൻ ചോദിക്കുന്നത്, ഒരു കൊച്ചിലെ വളർന്നതിൻ്റെ സമയത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വന്ന് സജീവമാവുന്നതിനേക്കാൾ മുമ്പൊക്കെ എവിടേക്കോ തിരക്കുള്ളൊരു അപ്പനെ കൊച്ചിലേ കാണുന്നു, അത്രയും ആളുകൾ വന്നുകൂടുന്ന ഒരു ഫാമിലി കാണുന്നു. അപ്പോൾ എവിടേക്കോ മിസ്സായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് കണ്ടിരുന്നോ? ശരിക്കും ഇല്ല. നമ്മൾ നോർമാണല്ലോ. ഇപ്പൊ തിരക്കുണ്ടായിരുന്ന അപ്പൻ എന്നുള്ളത് പിന്നീട് പല ഫാമിലീസും കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാവും. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു ലൈഫേ കാണുന്നുള്ളൂ. ഭയങ്കര യൂസ്ഡ് ആണ്. നമ്മളെ സംബന്ധിച്ചൊരു കാര്യമില്ല. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ മിസ് ചെയ്യാൻ ചോദിച്ചാൽ മിസ് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം വീട്ടിൽ കാണാറേയില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കൂടുതലുണ്ട് താനും. അന്നുകൊണ്ട് ഇന്നുമുണ്ട്, നിശബ്ദ സാന്നിധ്യമായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കൂടുതൽ ചർച്ച. ഈ 3 വർഷമായിട്ട് ചർച്ചയാണല്ലോ. അല്ലെ, ഏത് കാര്യം വന്നാലും അതത്തെ പറ്റിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അത് മരിച്ചു എന്നൊരു തോന്നല് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഈ ചർച്ചകൾ സജീവമായി കേരള ചരിത്രത്തിൽ, കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് തന്നെ. മരിച്ചെന്നൊരു യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ല, ഞാൻ അന്ന് പറ്റിയിട്ടില്ല എന്നുള്ള ഒരു സാധനം നിലനിൽക്കെ തന്നെ അന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇന്നും ഞാൻ പറയുന്നത്. ഈശ്വര വിശ്വാസികൾ ആരും മരിക്കുന്നില്ല, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും മരിക്കുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞു, ഇന്നും ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് യാഥാർത്ഥ്യമായി വന്നൊരു കാര്യമാണ്. അത് എപ്പോഴും ജനങ്ങളിലൂടെ അല്ലെ ജീവിക്കുന്നു എന്നുള്ളൊരു സംഭവം തന്നെ. അത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ജനനായകനായിട്ട് നമ്മൾ പറയുമ്പോഴും പ്രകീർത്തിക്കുമ്പോഴും വാഴ്ത്തുമ്പോഴും ഒക്കെ ശരിക്കും മരണത്തിന് ശേഷം അത് കുറേ കൂടെ ഇപ്പോൾ പറഞ്ഞില്ല, ഈ ഒരു കഴിഞ്ഞൊരു 2.5 വർഷത്തോളം സംസാരിക്കുന്ന വിഷയങ്ങളിൽ മുഴുവൻ ആദ്യം ഇപ്പം നമ്മൾ തുടങ്ങി വെക്കുന്നവരെ ചാണ്ടി സാറിന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പം ഈ സാന്നിധ്യം തന്നെയാണോ ഈ നടക്കുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ ഊർജ്ജം, ഒരു ഫ്യൂവലായിട്ട് മാറുന്നത് തന്നെയാണോ? അല്ല, എനിക്ക് എൻ്റെ സാന്നിധ്യമായിട്ട് എൻ്റെ കൂടുതലുണ്ട്. പല സമയത്ത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്, റിയാലിറ്റിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പം അത് തന്നെയാണ് ഒരു, ശരിക്കും പറഞ്ഞാൽ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും എൻ്റെ പേര് തിരിച്ചു വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ ഒരു പവറുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഏറ്റവും അവസാനം പുതുപ്പള്ളി ഫെസ്റ്റിവൽ വന്നപ്പോൾ ആങ്കർ 2-3 പ്രാവശ്യം പറയുക, ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില കുട്ടികൾ പറയുക, അങ്ങനെ ഒക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ ഊർജ്ജമാണ് പകരുന്നത്. കാരണം അദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞതും ഇന്നും അത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നതും വാക്കിന് ശക്തി ഉണ്ടെന്ന് തെളിവാണത്. അതെ, ഈ കാരണവന്മാരായിട്ട് ഈ പേരിൻ്റെ ഇത് ആവർത്തിച്ച് വരവ് ഇപ്പോഴുണ്ട്. ഇപ്പം നമ്മുടെ അമ്മ കുടുംബത്തിൽ അതുണ്ട്, നമ്മുടെ അപ്പൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ അതില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, അത് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അപ്പന്റെ പേര് ചാണ്ടി ഉമ്മൻ എന്നായിരുന്നു, അങ്ങനെയാണോ മാറിയത്? ഗ്രാൻഡ് ഫാദറിന്റെ ഇലക്ഷന് ഞാൻ കൂടുതൽ പോയി ഒരു പ്രാവശ്യം. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ. ഞാൻ ചെറുപ്പമായിരുന്നു, 2001-03 എന്ന് തോന്നുന്നു. അദ്ദേഹം, എനിക്കന്ന് വോട്ടിംഗ് ഏജ് ആയിട്ടില്ല. അപ്പൊ എനിക്ക് കൂടുതൽ പോകണം കൂട്ടിന് പോയതാ. 2001-ലായിരിക്കും, 2000-2001 അപ്പം. അപ്പോൾ ബൈസ്റ്റാൻഡായിട്ട്, അല്ലെങ്കിൽ ഞാൻ പിടിച്ചുകൊണ്ട് പോയത്. അദ്ദേഹത്തിന്
ചെറിയൊരു കാഴ്ചക്കുറവുണ്ട്. പക്ഷെ അത് എനിക്ക് കൂടെ ഒരു അവസരം തരണമെന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം നിൽക്കുക. അതെ, അന്ന് ചെന്നപ്പോൾ വിളിച്ച ചാണ്ടി ഉമ്മ എന്നാണ്. ആണ്. പക്ഷെ ഒഫീഷ്യലി KO ചാണ്ടി എന്നായിരുന്നു പുള്ളി അറിയപ്പെട്ടിരുന്നു. പക്ഷെ ആ ഇലക്ഷൻ ബൂത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ പേര് വിളിച്ച ചാണ്ടി ഉമ്മ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 18 വയസ്സേക്കാൾ മുമ്പ് അല്ലെ വോട്ട് അവകാശം രേഖപ്പെടുത്താൻ പോകാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്ന രീതിയിൽ ഞാൻ പോയിട്ടുണ്ട്. ആ ഒരു ആദ്യ അനുഭവം എങ്ങനെയാ ശരിക്കും വോട്ട് ചെയ്യാൻ അല്ലെ? നമുക്കൊരു എക്സൈറ്റഡ് ആണല്ലോ. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് പൊളിറ്റിക്സ് എന്നുള്ളത് നമ്മള് വളരെ സ്കൂളിൽ ഞാൻ മാത്രമേ പറയത്തുള്ളായിരുന്നു. ആ സ്കൂളിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നി ഇതുവരെ പൊളിറ്റിക്സിലായിട്ടൊരാള്. അപ്പം എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അന്നും. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോയത് വലിയ സന്തോഷത്തിലാണ് പോയി എന്നുള്ളത്. ഈ അന്നും ഇപ്പോൾ ഒരു മാറ്റി നിർത്തി അല്ലെങ്കിൽ ഒരു പ്രത്യേകത തരുന്ന ഒരു പ്രിവിലേജുകൾ കിട്ടുന്ന ഒരു സമയം അതെങ്ങനെ ശരിക്കും ഫീൽ ചെയ്തിരുന്നു? ശരിക്കും മിസ് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും ശരിക്കും സ്കൂൾ ടൈമിൽ? പേരൻസ് വരാത്തത്, ഒരു ഫാദർ വരാത്തത് ഒരു ചെറിയൊരു മിസ്സിംഗ് ആയിട്ട് ഇന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്, അങ്ങനെ നമ്മൾ കരുതിയിട്ടില്ല. കാരണം അദ്ദേഹത്തെ കാണാറില്ല, നമ്മളും നമ്മുടെ വഴിക്ക് അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്നു, ഇടയ്ക്ക് വരുന്നു പോകുന്നു. പക്ഷെ നമ്മൾ കരുതുമായിരുന്നു, ഓരോ കാര്യങ്ങൾ ഇടയ്ക്കുള്ള ട്രാവൽസ് ഉണ്ടായിരുന്നു. പിന്നെ മദർ ഉണ്ടായതുകൊണ്ട് അതങ്ങ് കോമ്പൻസേറ്റ്. കുഴപ്പമില്ല. ചാണ്ടി സാറിന് മകനായതുകൊണ്ട് തന്നെ പാരന്റ്സ് മീറ്റിംഗ് എത്തേണ്ടതില്ല എന്നുള്ളൊരു പ്രിവിലേജ് കൊണ്ട് തന്നെയായിരുന്നു. അമ്മ വരുമല്ലോ, ആരെങ്കിലും ഒരാൾ പേരന്റ് മീറ്റിംഗ് ആരെങ്കിലും ഒരാൾ വന്നത്, രണ്ടുപേരും വരുന്നത് പ്രാക്ടിക്കൽ അല്ലോ. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന് നിന്ന് തിരിയാൻ സമയമില്ല, ഒരിടത്തും അത് നിന്ന് നിൽക്കാറുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം ഈ അടുത്ത് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം അവരുടെ ഒരു സർവേയിൽ അവരുടെ മക്കൾ ഒരിക്കലും മെഡിസിനിലോട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നില്ല. അത് തിരക്ക് കൊണ്ട് കൂടിയാണ്. ആ പ്രൊഫഷൻ്റെ മഹത്വം നിലനിൽക്കെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. 99% ആളുകളും അത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കൊച്ചിലെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൻ്റെ തിരക്കിൽ കാണുന്ന ഞാൻ ഭയങ്കര യൂസ്ഡ് ആയി എന്നുള്ളത്. പക്ഷേ ഇന്ന് ആ തിരക്കുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ചിന്തിക്കുകയാണെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് അല്ലെങ്കിൽ മക്കൾ വരുന്ന സമയത്ത് ആക്കോ രാഷ്ട്രീയത്തിലോട്ട് അവരുടേതായിട്ടുള്ള ഇഷ്ടമാണ് എങ്കിൽ പോലും. ശശി തരൂരിന്റെ മകൻ എന്തായാലും വരത്തില്ല എന്നുള്ള ശശി തരൂർ 100% ഉറപ്പാണ്. പുള്ളിക്കാരനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള രീതി സംസാരിക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ഇപ്പം നമ്മുടെ മക്കള് എങ്ങനെ ആയിത്തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം ചിലപ്പോൾ ഇൻട്രസ്റ്റ് വരാം, ഇൻട്രസ്റ്റ് വരാതിരിക്കാം, അവരുടെ രീതിയിൽ പോവാം. വന്നാലും കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് എനിക്കങ്ങനെയാണ് എൻ്റെ മോട്ടിവേഷൻ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ ഒന്നും തടുത്തിട്ടില്ല, ഇഷ്ടമുള്ള സഹായിച്ചിട്ടുമില്ല, ഞങ്ങളെ വഴിക്ക് വിട്ടിട്ടുണ്ട്. അതേസമയം ഇപ്പം എനിക്ക് രാഷ്ട്രീയത്തിൽ ഇൻട്രസ്റ്റ് ആണ്, എനിക്ക് വർക്ക് ചെയ്യണം, ആര് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു നെഗറ്റീവ് അപ്രോച്ചില്ലേ അത്. ആര് എവിടെ വരുന്നു അവരുടെ ഇഷ്ടമാണ്. അവരെ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ള ജനങ്ങളുടെ ഇഷ്ടമാണ്. അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പ്രശ്നം. അടിച്ചേൽപ്പിക്കാതെ വർക്ക് ചെയ്ത് ജനങ്ങളോടൊപ്പം നിന്ന് പാർട്ടിക്കാരോടൊപ്പം നിന്ന് എന്താ പ്രശ്നം? ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നോ? രാഷ്ട്രീയമല്ലാതെ മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് ഒരു ഓപ്ഷൻ. സിവിൽ സർവീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതല്ലാതെ പറയാത്തൊരു സംഭവം മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നോ? പ്ലാൻ ബി ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വക്കീലായി, അഡ്വക്കേറ്റായി, എന്താ പറയുക, അധ്യാപകനായി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എന്താ പറയുക, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പ്ലാൻ ബി ഫുള്ളി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നും എൻ്റെ ഇൻട്രസ്റ്റ് പൊളിറ്റിക്സ് ആയിരുന്നു. പൊളിറ്റിക്സ് തന്നെയാണ് അന്നും. പ്ലാൻ ബി ആയിട്ട് തിരഞ്ഞെടുത്തില്ലെങ്കിൽ പോലും അത് തന്നെയായിരുന്നു ഒരു പ്രയോറിറ്റി. അല്ലെങ്കിൽ എന്നും പറയായിട്ട് മനസ്സിൽ അത് തന്നെ, അതിൽ നിന്ന് മാറുക എളുപ്പമല്ലല്ലോ. അല്ല, നമ്മൾ തീരുമാനം എടുത്താൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് മാറുകയില്ല. തീരുമാനം എടുത്തെടുത്തതാണ്. അഡ്വക്കേറ്റ് ആണെങ്കിലും അധ്യാപകനാണെങ്കിലും പൊതുപ്രവർത്തനാണെങ്കിലും സംസാരിക്കേണ്ട ഭയങ്കരമായിട്ട് അല്ലേ വേണ്ട മേഖല തന്നെയാണ്. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് ഒരു പൊതുപ്രവർത്തനാകുമ്പോൾ, ജനപ്രതിനിധി ആകുമ്പോൾ ഒരു ഗുണങ്ങൾ എന്താ? അഡ്വക്കേറ്റിനെ ഇപ്പോൾ ഈ ഒരു പ്രതിപക്ഷാവനെ ശ്രദ്ധിച്ചാൽ പറയും, അദ്ദേഹം കൃത്യമായി പഠിച്ചിട്ട്, കാരണം അദ്ദേഹം പഠിച്ചിട്ടാണ് കോടതി പോയിക്കൊണ്ടിരുന്നത്. അതേ പഠനം അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് കൊണ്ടുവന്നിരിക്കുക. അതുകൊണ്ട് അസംബ്ലിയിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് നിൽക്കാൻ പറ്റിയല്ല. അതും ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു ഗുണമാണ്. ഒരു അഡ്വക്കേറ്റിന് മാത്രമേ പോയിന്റ് ബൈ പോയിന്റ് കാര്യങ്ങൾ അറിഞ്ഞ് നിയമങ്ങൾ അറിഞ്ഞ് സംസാരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് യൂസ്ഡ് ആവുമല്ലോ. നമ്മൾ 10-15 വർഷം അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വരും. ഞാനങ്ങനെ ഫുൾ ടൈം അഡ്വക്കേറ്റ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ലല്ലോ. നമുക്ക് എൻ്റെ ഫോക്കസ് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു. കോടതി പോയിട്ടുണ്ടെങ്കിലും ഇതായിരുന്നു എൻ്റെ എന്നും ഉള്ള ആഗ്രഹം. എപ്പോഴെങ്കിലും ഒരു വക്കീൽ കുപ്പായം അണിയാനുള്ള മോഹം ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നുണ്ടോ ഇപ്പോഴും? അല്ല, കോടതി പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇടയ്ക്കുമല്ലോ. പക്ഷേ ഈ ഒരു ലൈഫ് സ്റ്റൈലിലെ അത് പ്രാക്ടിക്കലായി നടത്തുക എളുപ്പമല്ല. ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്. അതെ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് എന്ന് തോന്നാറുണ്ട്, ചിലപ്പോൾ കോട്ടയത്തൊന്ന് പോയി അപ്പിയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഹൈക്കോടതി പോകണമെന്നോ, സുപ്രീം കോടതി പോകണമെന്നൊരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ കാണാം. അത്തരത്തിൽ സമീപിക്കാറുണ്ടോ ആളുകൾ കേസുമായിട്ട്? ഇപ്പം അങ്ങനെ ഒരു സമീപനം കേസുമായിട്ടുണ്ടെന്ന് ഞാൻ പറയുകയില്ല.
പക്ഷേ ആഗ്രഹമുണ്ട്, ഇല്ലാതെ ഞാൻ പറയുക വേണ്ടി വന്നാൽ കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്, പൊളിറ്റിക്സുമായിട്ട് ഇന്റേർലി ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമുക്കൊരു ഏർണിംഗ് ഫാക്ടറാണ്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്ന ഒരാളാണ്. എന്ത് തോന്നുന്നു ഒരു പൊതുപ്രവർത്തന ജനപ്രതിനിധിക്ക് അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു തൊഴിൽ കൂടെ വേണം, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗം വേണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്? അത് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ ഇതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ എളുപ്പമല്ല. കാരണം അതും ഫുൾ ടൈം വർക്കാണ്, ഇതും ഫുൾ ടൈം വർക്കാണ്. ഒന്നുകിൽ ഇതൊരു പൊളിറ്റിക്സിലോട്ട് ഒന്ന് സ്പീച്ച് മാത്രമാകണം. അപ്പം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. നേരെ ഇതേപോലെ ആക്റ്റീവ് പൊളിറ്റിക്സ് നിൽക്കാൻ പറ്റില്ല. ഇനാക്റ്റീവ് പൊളിറ്റിക്സ് പറ്റുള്ളൂ, കോടതിയിൽ പോവുക. അത് അപ്പോൾ അത് നമുക്കൊരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കത് ചേർന്ന ഒരു പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം തന്നെ ഒരു 24 മണിക്കൂർ തികയാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന സമയം തന്നെ 9 മണി 9:30 കഴിഞ്ഞിട്ടുണ്ട് രാത്രി. ഇനിയും 2-3 പരിപാടികളിലേക്ക് പോകാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഒരു 24 മണിക്കൂർ പോലും തികയാത്തൊരു സമയത്ത് വരുമ്പോൾ ഒപ്പം ഒരു തൊഴിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ. അതിനനുസരിച്ചൊരു ടീം വേണം, അത് ബാലൻസ് ചെയ്യാൻ സാധിക്കണം. അത് പിന്നെ ഒരു ഡിഫറെൻറ്റ് കരിയറാണ് അത്. നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലിൽ നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അത് എളുപ്പമല്ല. കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കളത്തിൽ ഇറങ്ങും എന്നുള്ളൊരു വാർത്തകൾ സജീവമാവുന്നു. വാർത്തകൾ ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട്? പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഐ മീൻ അതിനൊപ്പം തന്നെയുള്ള പ്രതികരണമായിട്ട് കേട്ടു, എങ്കിൽ അത് ചാണ്ടി സാറിന്റെ അനുഗ്രഹമായിരിക്കും, ചാണ്ടി സാറിനോടുള്ള സ്നേഹമാണ് എന്നുള്ള രീതിയിലേക്കാണ് ഒരു പ്രതികരണം കൊടുത്തത്. അദ്ദേഹത്തിനുള്ള ഇപ്പൊ അദ്ദേഹത്തെ എക്സ്പെക്ട് ചെയ്താണല്ലോ ഇത് മൊത്തം നടക്കുന്നത്. ഈ ആഗ്രഹം മൊത്തം ആൾക്കാർ പറയുന്നത് എന്താ? ഇപ്പൊ ചെങ്ങന്നൂർ മത്സരിക്കണം, എൻ്റെ സഹോദരി മത്സരിക്കണമെന്നും, അല്ലെങ്കിൽ ആറന്മുള മത്സരിക്കണമെന്നും, അല്ലെങ്കിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്ന് പറയുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇപ്പൊ പുതുപ്പള്ളി പോലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയാം അദ്ദേഹത്തിന്റെ വിജയമാണ്. പക്ഷെ പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. കാരണം ഒരാളൊരു ഫാമിലിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ തന്നെ ഒരാൾക്ക് അവസരം നഷ്ടപ്പെടുകയാണ്. പിന്നെ മറ്റൊരാൾ കൂടി അങ്ങനെ വീണ്ടും മറ്റൊരു സ്ഥലത്ത് അവസരം നഷ്ടപ്പെടുന്നത്, വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, വർഷങ്ങളായി ജീവിതം മൊത്തം കളഞ്ഞവര്, അവർക്ക് ചിലർക്കാണെങ്കിൽ ചില സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഒരാൾ വരുന്ന പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, ആ ജില്ലയിൽ ചിലപ്പോൾ അവർക്ക് കുഴപ്പമില്ല, പുറത്തുനിന്ന് ഒരാൾ വരുന്ന പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിനകത്ത് പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ ഞാൻ റെഡിയാണ്. നേരത്തെ തന്നെ പറഞ്ഞോട് ചോദിക്കും, ഇപ്പോൾ അപ്പനോടുള്ള സ്നേഹം, ചാണ്ടി സാറുള്ള സ്നേഹം കൂടെ ഉപതെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായിട്ട് കണ്ടു. ആ സ്നേഹമാണ് വോട്ടായി മാറി എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ 2-2.5 വർഷത്തെ ശേഷം, ഈ ഒരു പ്രവർത്തനത്തിന് ശേഷം അത് എവിടേക്കോ അപ്പനോടുള്ള സ്നേഹം നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ എന്നിലെ പ്രവർത്തകനെ കൂടി ആളുകൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, ജനസ്വീകാര്യത കൂടിയും ഇനി തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റുമെന്ന് പറയണമെങ്കിൽ എത്രത്തോളം ശതമാനമായിരിക്കും അത്? ഞാനത് അങ്ങനെ പറയുന്നില്ല, അപ്പയ്ക്കുള്ള സ്വീകാര്യത എന്നേ പറയത്തുള്ളൂ. എന്നാലും ഉണ്ട്. ഞാനന്ന് ഇന്റർവ്യൂ പറഞ്ഞ പോലെ ശ്രീരാമന്റെ വനവാസം പോലെയാണ് ഞാനിതിനെ കാണുന്നത്. അദ്ദേഹം ഇല്ലാത്തപ്പം ഭരതൻ ചെരുപ്പ് വെച്ച് വരച്ച പോലെ ഞാൻ കരുതുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ആ സ്നേഹം അല്ലെ നിലനിൽക്കെ തന്നെ പ്രവർത്തന മികവും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് തുടർ വിജയങ്ങൾ സാധ്യമാവില്ല. എല്ലാം അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ബലത്തിലാണുള്ളത്. ആണ്, അങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന വാഗ്ദാനങ്ങളിൽ 5 ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഇൻഷുറൻസ് പദ്ധതിയാണ്. മുഖ്യമന്ത്രി ആയിരുന്ന ഏറ്റവും ജനസ്വീകാരനായിട്ടിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരുള്ള 25 ലക്ഷം രൂപയുടെ ആയിരുന്നു. എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ അത്തരത്തിലുള്ളൊരു പേര് ചേർത്ത് വെച്ച് പറയുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് വലിയൊരു ആദരവായിട്ടാണ് അതിനെ ഞാൻ കണക്കാക്കുന്നത്. കാരണം കേരളത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിന് UDF കോൺഗ്രസ് എന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് വെച്ച് തന്നെ ഒരു പദ്ധതി നടപ്പിലാക്കുകയും അത് 25 ലക്ഷം രൂപ എൻ്റെ ഫാദറിന് സ്വപ്നമായിരുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ പേരിടുന്നത്, അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവ്, കേരളത്തിന് കൊടുക്കുന്ന ആദരവ്, കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വലിയ പിന്തുണയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൽപ്പോൾ ഒരു ആദരവ് വേറെ ഒന്നും അദ്ദേഹത്തിന് കൊടുക്കാനില്ല. ഇപ്പം അദ്ദേഹത്തിന് പത്മശ്രീയോ അല്ലെങ്കിൽ പത്മഭൂഷണോ എന്തെങ്കിലും കൊടുക്കുന്നതിനെക്കാട്ടി വലിയ ആദരവാണ് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ ഒത്തിരി എഫേർട്സ് എടുത്ത ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കണമെന്ന് ജീവിതകാലം മൊത്തം ആഗ്രഹിച്ച ഒരാളുടെ പേര് തന്നെ അതിന് കൊടുക്കുമ്പോൾ കൊടുത്തു. അതിനേക്കാൾ വലിയൊരു ആദരവ് കിട്ടാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര അനുവദിക്കണം എന്നുള്ളൊരു വാർത്ത ഭയങ്കരമായിട്ടത് പ്രശംസയ്ക്കും വിമർശനത്തിനും വിധേയമായിട്ടാണെന്നുള്ളത്. പ്രത്യേകിച്ച് അത് കർണാടക സർക്കാരിനെയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നഷ്ടത്തിലായി എന്നുള്ളത് ഇവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിക്കേണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണോ അത്? എങ്ങനെ ഗതാഗത വകുപ്പ് മന്ത്രി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, പുള്ളിയുടെ ജോലി പോയതിനു ശേഷമുള്ള കാര്യമല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം.
എങ്ങനെ നോക്കി കാണുന്നു അത്തരത്തിലുള്ള മാറ്റം? ഞങ്ങളുടെ ഗവൺമെൻറ് വരും, ഞങ്ങളത് പുഷ്പം പോലെ നടത്തി കാണിച്ചു തരും. അദ്ദേഹത്തിന് ഇത് ഇട്ട് ഓടിക്കാൻ ഈ വാർത്ത വരുത്താനല്ലേ സാധിക്കുന്നുള്ളൂ. ഞങ്ങളത് നല്ലപോലെ നടത്തി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അത് മനസ്സിലായിക്കോളൂ. കാരണം KSRTC തൊഴിലാളികളെ സംരക്ഷിച്ച ഒരു ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. അവിടെ ഉള്ള KSRTC പെൻഷനുകാർക്ക് മര്യാദയ്ക്ക് പെൻഷൻ കൊടുത്തൊരു ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് വന്നിട്ട് പെൻഷൻകാർ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് പെൻഷൻ മര്യാദയ്ക്ക് കിട്ടുന്നില്ല, KSRTC ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് ഈ വർത്തമാനവും വാചകവടിയും PR വർക്കും. അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കും, ഞങ്ങളുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അദ്ദേഹം കണ്ണൂർ അതെ കണ്ടു മനസ്സിലാക്കും എന്നുള്ളത് തന്നെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട എന്നുള്ളത്. PR വർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് KSRTCയുടെ ഭംഗിയായിട്ടുള്ളൊരു പരസ്യം മോഹൻലാലിനെ വെച്ച് അല്ലെ നമ്മുടെ മലയാളത്തിൻ്റെ അഹങ്കാരത്തെ വെച്ച് ചെയ്ത് കണ്ടു. ഇപ്പം ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്തത്. PR വർക്കിൽ ഒരിക്കലും വീണുപോയി കേരളം. അതിൻ്റെയാണ് നമ്മൾ 10 വർഷമായിട്ട് അനുഭവിക്കുന്നത്. നുണ പറയുന്നവരെ തിരിച്ചറിയുക. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളായിരിക്കില്ല, സ്കൂളുകളായിരിക്കും. പക്ഷെ ഞങ്ങൾ തുറന്നത് മൊത്തം ബാറായിരുന്നു. കേരളം മൊത്തം ബാറായിരുന്നു. ബാറുകൾ കൊണ്ട് നിറച്ചു. സ്കൂളുകൾ ഇവിടെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയത് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷെ ബാറുകൾ കൊണ്ട് നിറച്ചു. ബാറ് നിറച്ചു എന്ന് മാത്രമേ സ്വന്തമായി മദ്യം ഉണ്ടാക്കുന്നു, മദ്യത്തിന് പേര് കൊടുക്കാൻ പറയുന്നു, മദ്യത്തിന്റെ ഒരു എന്താ പറയുക ആസക്തി കുറയ്ക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞുകൊണ്ട് മദ്യം ഒഴുക്കുന്ന മദ്യത്തിനെ മാത്രം കച്ചവടമാക്കിയ ഒരു സർക്കാരിന് അങ്ങനെ PR വർക്ക് വീണുപോയ കേരളം ഇന്ന് അനുഭവിക്കുകയാണ് ദുരന്തം. അതിനുശേഷം ഡ്രഗ്സ് വന്നു. ഡ്രഗ്സിന്റെ അനുഭവം കേരളത്തിൽ മൊത്തമുണ്ട്. അതുകൊണ്ട് ഡ്രഗ്സും മദ്യം ഒഴുക്കിയ സർക്കാർ ഈ കുത്തൊഴുക്കിൽ ജനങ്ങളുടെ കുത്തൊഴുക്കിൽ ഒഴുകി പോവാണ്. ഒരു 10 വർഷങ്ങൾക്ക് കടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. PR-ലും നുണകളിലും തന്നെയാണ് തുറന്നുകൊണ്ടത്. അതല്ലേ ഇപ്പോഴും PR അല്ലേ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് സാധാരണക്കാരെ ഒരാളെ കൊണ്ട് ഒരു വാക്ക് പറയിക്കാൻ പറ്റാത്ത എന്താ? മഹാനടന്മാരും മഹാനടിമാരും ഒക്കെ നല്ലതാണ്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതേപോലെ ഒന്ന് പറഞ്ഞത് നമ്മൾ അബദ്ധത്തിൽ വീണല്ലോ. എന്തുകൊണ്ട് സാധാരണക്കാരനെ ഒരാളെ ഒരു പരസ്യത്തിൽ ഉപയോഗിക്കുന്നില്ല? കുറെ കൂടി ആളുകളിലേക്ക് എത്തണം എന്നുള്ള റീച്ച് എന്നുള്ള സാധാരണക്കാരന്റെ ശബ്ദമല്ലേ കൂടുതൽ കേൾക്കുക. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇന്ന മാറ്റം കൊണ്ടുവന്നു. ഒരു KSRTC പെൻഷൻകാരനെ എടുത്തിട്ട് പറയിക്കുക എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പറയും അവരെ തന്നെ പാർട്ടി പ്രവർത്തനാണെന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാമല്ലോ. പറയുന്ന പലർക്കും അവരുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ. ഈ പറയുന്ന പല നേതാക്കന്മാർക്കും രാഷ്ട്രീയം അല്ലെങ്കിൽ പല വ്യക്തികൾക്കും അവരുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ. KPCയിൽ അടുത്തേക്ക് രാഷ്ട്രീയമില്ലായിരുന്നു. പക്ഷെ അവരെ നമ്മൾ കണ്ട് പരിചയിച്ച നമ്മുടെ കുടുംബത്തിലെ അംഗമായിട്ട് കരുതുന്ന ഒരാളാണ് മലയാളി ഇല്ലേ. ഇന്നസെന്റ് ആണെങ്കിലും അങ്ങനെ ഒരാളാണ്. അവർ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ വീണു. ഇനി വീഴുകയില്ല എന്നുള്ളത്. അത് ഈ 11 മണി ബാറുകളുടെ കേസ് പറഞ്ഞപ്പോൾ തന്നെ 11 മണി എന്നുള്ളത് 12 മണിയായിട്ട് മാറ്റാൻ ആ സമയം മാറ്റാനുള്ളൊരു തീരുമാനം വരെ 24 മണിക്കൂർ ആക്കട്ടെ. എന്തിനാ കുറയ്ക്കുന്നത്? 24 മണിക്കൂർ ആക്കട്ടെ. എന്തിനാ റെസ്ട്രിക്ഷൻ? എല്ലാ അമ്പലത്തിൻ്റെയും പള്ളിയുടെ ഫ്രണ്ടിൽ വെക്കട്ടെ. എനിക്ക് കുറയ്ക്കുന്നതിനാ? ആർക്ക് വേണ്ടി കുറയ്ക്കുന്നത്? അവരെ സഹായിക്കുന്നേ. അങ്ങനെ സമയം കൊടുത്തും 24 മണിക്കൂറാക്കിയും അപ്പോൾ സഞ്ചാരികളും വരും. ഇത് പ്രത്യേക ഒരു കേന്ദ്രം. അത് അടുത്ത ഇപ്പൊ 3-ാം പിണറായി വരികയാണെങ്കിൽ അതായിരിക്കും അവരുടെ ലക്ഷ്യം. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ബാറുകളും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഇനി ചൂതാട്ട കേന്ദ്രങ്ങളും കൊണ്ടുവന്നാലേ ഉള്ളൂ. ബാക്കിയെല്ലായി ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരട്ടെ. എങ്ങനെ മാറ്റും? ഭരണപക്ഷത്തിലോട്ടായിട്ട് മാറുന്ന സമയത്ത് ഈ സമയത്തെ ഇത്രയും കൃത്യമായിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടിയും വൈകാര്യമായിട്ട് സംസാരിക്കുന്നവർ ചോദിക്കുക, ബാറുകളുടെ സമയത്തെ വെട്ടിച്ചുരുക്കോ? അത് ഞാൻ അങ്ങനെ പറയുന്നത് അടുത്ത മുഖ്യമന്ത്രി പറയേണ്ട കാര്യമില്ലേ? അടുത്ത കോൺഗ്രസ് തീർച്ചയായിട്ടും ഒരു ഇപ്പം ഞാൻ പറയും നമ്മൾ ജനാധിപത്യത്തിലാണുള്ളത്. ജനാധിപത്യത്തിൽ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്നവർ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ 5 മണിക്ക് തുടങ്ങുകയാണ്. രാവിലെ 5 മണിക്കാണ്. ഇവിടെയൊക്കെ ചില ബാറുകൾ ഞാൻ കാണിച്ചു തരാം, നമുക്ക് ഒരുമിച്ച് പോകാൻ വേണമെങ്കിൽ. 5 മണിക്ക് തുടങ്ങി പ്രവർത്തനം തുടങ്ങുകയാണ്. രാത്രി 12 മണി വരെ പോകുന്നു. കുടുംബങ്ങൾ നശിക്കുകയല്ലേ. നമുക്ക് ഞാൻ മദ്യനിരോധനം ഞാൻ പറയില്ല, പക്ഷെ മദ്യ നിയന്ത്രണം ആവശ്യമാണ് സ്വയം. കാരണം നമ്മുടെ ആൾക്കാർ കുടിച്ചു മരിക്കുന്ന സാഹചര്യമുണ്ട്. കുടിയുടെ പുറത്ത് ആൾക്കാർ പരസ്പരം കൊല്ലുന്നു. ഞാൻ ഒരിക്കൽ ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയും, ഞാൻ ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചപ്പോൾ ഇവിടുത്തെ രാത്രിയിലെ ഡോക്ടറായിരുന്നു ഇന്ന ഹോസ്പിറ്റലിൽ. ഒരു ആക്സിഡൻറ്റ് കേസ് പോലും ഇല്ല. ഒരു പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ഒരു ഫാക്ടർ ഇത് തന്നെയാണെന്ന് നമുക്ക് എഴുതി വെക്കാം. അതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ ജനാധിപത്യമാണെങ്കിലും നമുക്ക് ആവശ്യമാണ്. അത് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഗാന്ധിയൻ ശൈലി, കാരണം ഒരു പരിധി വിട്ടുപോയാൽ പക്ഷേ ആ പരിധി നിയന്ത്രിക്കാനാവും. കാരണം ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖല. എന്തിനാണ് ഡ്രൈ ഡേ?
എന്തിനാണ് 24 hours പ്രവർത്തിക്കാതിരുന്നത്? പക്ഷേ ലോകത്തൊരിടത്ത് പ്രവർത്തിക്കുന്നത്, ലോകത്തൊരിടത്ത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ബാറുണ്ടോ? കേരളത്തിൽ വരാൻ പോവാ. ഈ ഡ്രൈ ഡേ വയ്ക്കുന്ന സമയത്താണെങ്കിൽ മറ്റു ദിവസങ്ങൾ വാങ്ങി വയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും. ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ബീവറേജിൽ നിന്ന് സംഭവിക്കുന്നു. ഇനിയൊരു മാറി ഇത് ഭരണപക്ഷം പ്രതിപക്ഷമായി മാറുന്നു, പ്രതിപക്ഷം ഭരണപക്ഷമായി മാറുകയാണെങ്കിൽ പോലും ഗവൺമെൻറ്റിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതും ഇതേ ബീവറേജിന്. അപ്പോൾ ഈ തീരുമാനം മാറ്റാൻ പറ്റുമോ? നല്ലൊരു വ്യക്തിയുണ്ട്, എക്സാമ്പിൾ ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നിലാണ് ബാറ്. അതേവിടെ അവൈലബിൾ ആവുണ്ടോ നേരെ അവിടെ പോയി കുടിക്കും, ദിവസവും അവിടെ പോയി കുടിക്കുക. അത് അവൈലബിൾ അല്ലെങ്കിലും വല്ലപ്പോഴും ആയിരിക്കും. വല്ലപ്പോഴും ഇപ്പം വിദേശത്ത് നോക്കിയോ നിങ്ങൾ ഹാബിച്വൽ ഡ്രിങ്കിങ് ചെയ്യുക, കുടിച്ചു മരിക്കുകയല്ല. അവരുടെ ഒരു കൾച്ചറും അവരുടെ ഒരു ഇതനുസരിച്ച് അവർ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എക്സാക്ട്ലി ഇവിടോട്ട് വരുമ്പോൾ അങ്ങനെയല്ല യൂസേജ്. അത് പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത് കുടിച്ചു മരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അത് കുറയ്ക്കാൻ സമയമായി ഉണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു മദ്യനിരോധനത്തെ കുറിച്ചിട്ട്? നിയന്ത്രിക്കുന്നതിനെ കുറിച്ചല്ല, നിരോധനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മദ്യനിരോധനം അത്ര തെറ്റുണ്ടായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ അത് പ്രാക്ടിക്കൽ അല്ല. മദ്യനിരോധനത്തിനപ്പുറം നമ്മൾ ഉപയോഗത്തിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുക. അത് ഘട്ടം ഘട്ടമായി കുറച്ച് കൊണ്ടുവരണം അവൈലബിലിറ്റി. മൊത്തത്തിൽ നിർത്തുന്ന പ്രാക്ടിക്കൽ പെട്ടെന്നൊരു മാറ്റം അത് പ്രായോഗികമല്ല എന്നുള്ളത് ഫാദറും അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളോട് തെളിയിച്ചിട്ടുള്ള കാര്യം ആണല്ലോ. മുമ്പേ രാഷ്ട്രീയമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരാൾ കൊച്ചിലെ തൊട്ട് എത്രത്തോളം നേതാക്കന്മാരിലൂടെയൊക്കെ ഇത് പ്രവർത്തനം കണ്ട് ജനപ്രതിയായി നിൽക്കുന്ന ഒരാൾ കണ്ടല്ലോ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ഒരു CM ആയി നിൽക്കുന്നൊരു പോയിന്റിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് ഒരു മനസ്സിൽ ഒരു മാനിഫെസ്റ്റേഷൻ ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും എവിടെയോ കുത്തിക്കുറിച്ച് വരികളിലും വാക്കുകളിലും ഇന്ന മാറ്റം കൊണ്ടുവരണം എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അത്ര ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എങ്കിൽ പോലും ഞാൻ ഒരു CM ആവോ അല്ലെങ്കിൽ അതാവോ എന്നുള്ള ചിന്തയിലല്ല, പക്ഷെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ പോലും CM എന്നുള്ള വാക്ക് ഞാൻ മാറ്റി നിർത്താം, മാറ്റങ്ങൾ എന്നുള്ള രീതിയിലേക്ക് അത്തരത്തിൽ കുറിച്ച് വെച്ചിട്ടുള്ള കുറച്ചുകൂടി ദീർഘവീക്ഷണത്തിൽ മാറ്റങ്ങൾ എന്നുള്ള രീതിയിലേക്ക് എഴുതി വെച്ച മാത്രമേ മാറ്റങ്ങളൊക്കെ സാധ്യമാകത്തുള്ളൂ. കാരണം എപ്പോഴും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ തർക്കങ്ങളാണ് കേരളത്തിൽ. അതുകൊണ്ട് കൺസെൻസ് ഉണ്ടാകുക എളുപ്പമല്ല, എങ്കിൽ പോലും അതിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പം അതിനകത്ത് അടിയന്തരമായി ചെയ്യേണ്ടത് ഈ വിദേശത്തേക്ക് പോകുന്ന ഈ പ്രവണത നിർത്തുന്ന സമയമായി. അല്ലെങ്കിൽ കേരളത്തിൽ ആരും കാണുക ഹയർ സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രതിപക്ഷം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ കോഴ്സുകൾ ഇവിടെ ലഭ്യമാക്കണം, അവർക്ക് തൊഴിൽ ദാതാക്കളാക്കി അവരെ മാറ്റണം. അതാണ് UDFന്റെ പദ്ധതി. അതിലേക്ക് നമ്മൾ കടക്കാൻ സമയമായെന്ന് ഞാൻ പറയും. ഈ കോഴ്സിൻ്റെ മായി ബന്ധപ്പെട്ട് മാത്രം കൂടി ആയിരിക്കില്ലല്ലോ ഒരു പക്ഷേ ഇതൊരു എൻട്രി ആയി കിട്ടിയിട്ടാണെങ്കിലും ഹയർ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടും അവിടെ തന്നെ PR നിലനിൽക്കുന്നവർ കൂടി ഉണ്ടല്ലോ. അപ്പം അത്തരം ചിന്തകൾ മാറ്റാൻ ലൈഫ് സ്റ്റൈൽ ഇവിടെയും മാറാമല്ലോ, ഇവിടെയും മാറണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നല്ല റോഡുകൾ വേണം, അതാണ് ലൈഫ് സ്റ്റൈൽ മാറ്റം. പക്ഷേ നല്ല റോഡ് വേണം, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, വെള്ളം കിട്ടണം, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ മാറ്റം ഉണ്ടാവണം. സ്പോർട്സിനെ അടിസ്ഥാനമാക്കി കേരളം ഡെവലപ്പ് ചെയ്യണം. സ്പോർട്സ് ഒരു വ്യവസായമായും സ്പോർട്സ് നമ്മുടെ നാട്ടിൽ നിന്നൊരു മെസ്സി വേണം. നമ്മുടെ ലോകം മൊത്തം നടക്കുക മെസ്സിയെ തപ്പി. പക്ഷെ നമ്മുടെ നാട്ടിൽ മെസ്സി വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ലോകത്ത് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും അവരിൽ നിന്നൊരാളെ വളർത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പം മെസ്സി അർജന്റീന ഉണ്ടായാൽ മെസ്സി എല്ലാവരും ഇഷ്ടപ്പെടുന്ന നേതാവ് അല്ലെങ്കിൽ ഒരു കളിക്കാരനാണ്. പക്ഷേ മെസ്സി മാത്രമല്ല, അവർ പറയുന്ന അവരുടെ നാട്ടിൽ നിന്ന് ഇന്ന വ്യക്തികളുണ്ട്. നമുക്കൊരു ജിമ്മി ജോർജ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളൊരു ജിമ്മി ജോർജിൽ ഒതുങ്ങി. ഇനി നമുക്ക് ജിമ്മി ജോർജും വേണം, PT ഉഷ വേണം, നമുക്ക് പത്മിനി തോമസ് വേണം. അങ്ങനെ ഏത് തരത്തിൽ ഉയർന്നു വരാൻ സാധിക്കും അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ തന്നെ മെസ്സിയും വരണം. ആ മെസ്സി വരുമ്പോൾ നമ്മുടെ എക്കോണമി തന്നെ ചിലപ്പോൾ മാറിപ്പോയി എന്നിരിക്കും. പക്ഷെ നമുക്കൊരു മെസ്സിയും റൊണാൾഡോ ഇല്ലെങ്കിലും നമുക്കൊരു സഞ്ജു ഉണ്ട്. സഞ്ജു ഇപ്പോൾ വന്ന സഞ്ജു അത് ക്രിക്കറ്റിൽ പിന്നെ സഞ്ജുവിന്റെ വലിയൊരു മാറ്റമാണ്, അത് സംശയമില്ല. ഞാൻ പറയുന്നത് മെസ്സിയെ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്ത കാരണം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ 400 കോടി രൂപ കൊണ്ടാണ് ഇന്ത്യന്ന് പോയത്. 4 സ്ഥലങ്ങൾ പോയതേ ഉള്ളൂ. 400 കോടിയാണ് അദ്ദേഹത്തിൻ്റെ ഏണിങ് അർജന്റീനയ്ക്ക്. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്റ്റാർ കൂടെ വരും. സഞ്ജു അങ്ങനെ സ്റ്റാർ തന്നെയാണ്, പക്ഷേ ഞാൻ പറയുന്നത് മറ്റുള്ള മേഖല കൂടി, ഫുട്ബോൾ ആണെങ്കിലും അത്ലറ്റിക്സ് ആണെങ്കിലും നമ്മുടെ ഒരു കരുത്ത് ലോകത്തിൽ തെളിയിക്കാനുള്ള സമയമായി. ഒളിമ്പിക്സ് ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ നമുക്ക് പലപ്പോഴും ജയിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലിയാൻഡർ പേസിന്റെ ഒറ്റ മെഡലും കൊണ്ടാണ് ഒരു പ്രാവശ്യം അറ്റ്ലാന്റ ഒളിമ്പിക്സ് ആണെന്ന് തോന്നുന്നു 94 നമ്മൾ തിരിച്ചു വന്നത്, ഒറ്റ ഒരു വെങ്കല മെഡൽ. ഞാൻ പറഞ്ഞത് അങ്ങനെ 150 കോടിയുള്ള ഭാരതീയരുള്ള 150 കോടിയിൽ എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ കഴിവുണ്ടാവും. ആ കഴിവ് നമുക്ക്
എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല, അതിനൊരു എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന എക്കോണമി ആക്കി മാറ്റാൻ സാധിക്കും, അത് പറ്റിയിട്ടില്ല. അത് സ്കൂൾ തലം തൊട്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്കണോമിക്സ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ മാത്സ് പഠിപ്പിക്കുന്നുണ്ട്, ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, മലയാളം പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, ഗെയിംസും പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികളെ ഫോക്കസ് ചെയ്ത് വളർത്തി കൊണ്ടുവരുവാൻ ഒരു ഗെയിം പീരീഡ് എങ്കിലും ഒരു ദിവസം ഉണ്ടാവണം. പക്ഷെ നമ്മുടെ ഇവിടെ PT പീരീഡ്സ് വന്നില്ലെങ്കിൽ മാത്സ് എടുക്കുന്ന പ്രവണതയാണ്. ഞാൻ മിക്കവാറും ഇപ്പം ചില സ്കൂളുകൾ പോകുമ്പോൾ പറയും, പിന്നെ അവരെന്നെ വിളിക്കാറില്ല അടുത്ത വർഷം. കാരണം ഇതാ പറയുന്നത്, എല്ലാ ദിവസവും PT ഉണ്ടാവണമെന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് സ്വീകാര്യതയാണ്. അപ്പൊ ടീച്ചേഴ്സ് പക്ഷേ ഇല്ല, ഒട്ടുപ്രാവശ്യം വിളിക്കുള്ളൂ അല്ലേ, അതിഥിയായിട്ട്. അതെ, മനസ്സിലായി. പക്ഷേ ഇതിൽ തന്നെ ഇപ്പോൾ സഞ്ജുവിൻ്റെ ലോകകപ്പ് സ്റ്റാർ ആയതിനു ശേഷമുള്ള നേട്ടത്തിനുള്ള ആദരവുകളും സ്വീകാര്യത കൊടുക്കുന്നതിനൊക്കെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഒരു തലക്കെട്ടോട് കൂടി കണ്ടു, ഇതൊന്നുമില്ലാതെ സ്റ്റാർ ആവുന്നേക്കാൾ മുമ്പ് ഒരു അതിലേതെങ്കിലും ഒരു സ്റ്റാർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പോയി കണ്ട ഒരു നേതാവ് ഉണ്ടായിരുന്നു നമുക്കെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 10-14 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടുന്ന സമയത്തായിരുന്നു അത്. ഐ മീൻ അത്തരം ഓർമ്മയുണ്ടോ? ഐ മീൻ ഞാൻ ഡൽഹിയിലുണ്ടായ സമയമാണ്, അദ്ദേഹം പോയി തീർച്ചയായിട്ടും ഗ്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഓർമ്മയുണ്ട്, പോകുന്ന ഓർമ്മയുണ്ട്. പക്ഷേ സമയം മറ്റൊരു കാലഘട്ടമാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് പോയത്. ഉണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നവമാധ്യമങ്ങളിലൊക്കെ ക്രിക്കറ്റ് കളി അത് നല്ല കീടിലൻ ഫുൾ ഷോട്ട് ആണെങ്കിലും സ്ട്രേറ്റ് ഡ്രൈവ് ഒക്കെ കളിക്കുന്ന ഒരു ചാണ്ടിയുമ്മനെ കാണുകയുണ്ടായി. ഉള്ളൊരു ക്രിക്കറ്റ് കളിക്കാരനുണ്ട്. നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ അഡ്വക്കേറ്റോ ടീച്ചറിലെ ലിസ്റ്റിലോ ഈ ക്രിക്കറ്റ് പ്ലെയർ വന്നില്ലായിരുന്നു. ക്രിക്കറ്റ് പ്ലെയർ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇന്ത്യൻ ടീമിന് മിസ്സിംഗ് ആണ്. അതെ, അവർ നഷ്ടം ഇന്ത്യൻ ടീമിനാണ് അല്ലേ, വലിയ നഷ്ടം ഉണ്ട്. കുറച്ചുകൂടെ ഉള്ളിൽ പ്ലെയർ ഉണ്ട്. ഞാനത് ഭയങ്കര, എനിക്ക് ഒരു 92 തൊട്ട് ഞാൻ വേൾഡ് കപ്പ് കാണും. ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു സ്പോർട്സ് കൾച്ചർ ഇല്ല, നമുക്കൊരു ഗ്രൗണ്ട്സ് ഇല്ല, ഞങ്ങൾക്ക് അന്ന് കളിക്കാൻ സ്ഥലങ്ങളില്ല. അപ്പം ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഒരു L ഷേപ്പിൽ അവിടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു കളിസ്ഥലമില്ലാത്തതിന്റെ വിഷമം എനിക്കൊന്നുണ്ട്. ബാഡ്മിന്റൺ കളിക്കുമായിരുന്നു. അപ്പൊ ഗേറ്റ് ആയിരുന്നു ഞങ്ങളുടെ, എന്താ പറയുക, നെറ്റ് ഗേറ്റ് വെച്ചിട്ടാണ് അതല്ലേ പറയാം. ബാഡ്മിന്റൺ കാര്യത്തിൽ നെറ്റ് ഈ ഇടയ്ക്കുള്ള മേളത്തെ നെറ്റ് പോലും ഇല്ല. ബാഡ്മിന്റൺ ഇതാണെങ്കിലും ഞങ്ങളുടെ റൂമിന്റെ കാർ ഷെഡിൽ കളിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലിൽ കളിക്കാം എന്നുള്ളതല്ലാതെ വേറെ കളിക്കാൻ സ്ഥലം വളരെ കുറവായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്രയും ഒരു പ്രാക്ടിക്കലായി വന്നില്ല. അപ്പം അങ്ങനെ ഒരു വിഷമമുണ്ട്, ഇല്ല ഞാൻ പറയുന്നത്. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമുക്കിവിടെ കുറച്ചുകൂടി സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കണം, ഗ്രൗണ്ടുകൾ വേണം എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തമ്മിൽ ആ കാര്യം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് പോയിട്ടില്ല. ഞാൻ ഈ ഇലക്ഷന് ശേഷമാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ഫുള്ളി വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് സ്പോർട്സിന്റെ കാര്യത്തിൽ. കാരണം ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, വേറൊന്നും വേണ്ട മോനെ, ഇവർക്ക് കളിക്കാനൊരു സ്ഥലം ഉണ്ടാക്കി കൊടുത്താൽ. അതെനിക്ക് ആ സ്ഥലത്ത് പ്രാക്ടിക്കലാക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഞാനൊരു ടർഫ് പുതുപ്പള്ളി നിർമ്മിച്ചു. സൗജന്യമാണോ എല്ലാവർക്കും? അത് സൗജന്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ നടത്തുന്ന കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ചെയ്തിട്ടുള്ളത്. ഇത് ചുമ്മാ ഒരു ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാളെ പോലെ അല്ല തോന്നിയത്. ഒരു സ്ട്രേറ്റ് ഡ്രൈവ് ആണെങ്കിലും കവർ ഡ്രൈവ് ഒക്കെ സംഭവിക്കുന്നു. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഒരു പ്ലെയർ ആയിട്ട് കളിക്കുന്ന വീഡിയോ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു ക്രിക്കറ്റ് ഒരു ഇഷ്ടത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പ്രൊഫഷൻ ആക്കാനോ? ഇന്ത്യയുടെ മാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ എല്ലാ പരിപാടിയും മാറ്റി വെച്ച് അത് തന്നെ നിൽക്കും. ഒരു 2004 വരെ 2004-05 നമുക്ക് ഇച്ചിരി ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞെന്ന് വേണം, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നത് കുറഞ്ഞു. ഡൽഹിക്ക് പോയി, പിന്നെ അത്രയും ഒരു കളി കാണും. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പാഷൻ ആരായിരുന്നു പ്രാന്ത്? അതായത് കപിലായിരുന്നു, കപിൽദേവ്. പിന്നെ സച്ചിൻ ഔട്ടായി ഞങ്ങളുടെയൊക്കെ ഗ്യാസ് പോയതുപോലെ TV ഓഫ് ചെയ്യും. ഉണ്ട്. നമുക്ക് ഒരു പിടി സമ്പന്നമായിട്ടുള്ള യുവതാരങ്ങളുണ്ട്, കുറേ കൂടി നമ്മുടെ സഞ്ജു ഉൾപ്പെടെ. അപ്പം ആരെ കുറേ കൂടി പിടിച്ചിരുത്തിയൊരു കളിക്കാരൻ, സമയമില്ലെങ്കിൽ പോലും. എനിക്ക് ഞാൻ പറയുന്നത് ഇത്രയും ഞാൻ അങ്ങനെ ഇപ്പം അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. സഞ്ജുവിൻ്റെ ഒരു വളർച്ച നമുക്കൊരു അഭിമാനം നൽകുന്ന ഒരു വളർച്ച തന്നെയാണ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പരിമിതമായ സാഹചര്യങ്ങളിലും ഇന്ന് ലോകം സംസാരിക്കുന്ന ഒരു പ്ലെയറായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് സംഭവിക്കുന്നു. എന്താ സഞ്ജുവിൻ്റെ നേട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു അഭിമാനമാണ്, അത് നിലനിർത്താൻ സാധിക്കട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ സഞ്ജുവിൻ്റെ കഴക്കൂട്ടത്ത് കളിക്കാൻ വന്നപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടുന്ന് പരിപാടി എല്ലാം തീർന്നപ്പോൾ ഒരു സമയമായി. അവിടെ എത്തിയപ്പോൾ 10:30 പിന്നെ ഞാൻ കയറാൻ പോയില്ല. എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. അപ്പോൾ അടുത്തൊരു പ്രാവശ്യം ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ കളി കാണണമെന്നുണ്ട്. അപ്പം ഇച്ചിരി ഒന്ന് ഞാൻ ഫോളോ ചെയ്യും.
ഇപ്പം ഇച്ചിരി കുറവ്, കാരണം സമയം കിട്ടാത്തതുകൊണ്ട് ഫോളോയിങ് കുറവാണെന്നുള്ളത്. ഇപ്പം നമ്മൾക്കാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മുടെ കലോത്സവത്തിന് ഭയങ്കരമായിട്ട് ഇതുണ്ട്. നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായിട്ട് നടക്കുന്നു. ഇത്രയും ദിവസം ഏകദേശം 250 അല്ലേ കലകളുടെ മാമാങ്കമായിട്ട് സംഭവിക്കുന്നു എന്നുള്ള സാധനം. പക്ഷെ പലപ്പോഴും സ്പോർട്സിൻ്റെ കായികമേള നടക്കുമ്പോൾ ഇത്രത്തോളം പ്രാധാന്യമോ ഇത്രത്തോളം വാർത്തകളൊന്നും അറിയാറില്ല. നമുക്കൊരു സ്പോർട്സ് ഫെസ്റ്റിവൽ ആവശ്യമാണ്. ഇപ്പം പുതുപ്പള്ളി ഞങ്ങളിപ്പോൾ ഒരു പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തിയെങ്കിൽ ഒരു സ്പോർട്സ് ഫെസ്റ്റിവൂടെ നമുക്ക് ആവശ്യമായിട്ട് ഞാൻ തോന്നുന്നു. കാരണം നമ്മുടെ കുട്ടികളിൽ ഒത്തിരി കഴിവുള്ളവരുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു പൗലോ സാറുണ്ട്, അദ്ദേഹത്തെ ഞങ്ങൾ പുതുപ്പള്ളി ദ്രോണാചാര്യ എന്ന് പറഞ്ഞ് ആദരിച്ചു. അതിന് ഉള്ള കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒത്തിരി സ്റ്റുഡൻസ് ഇവിടുന്ന് വേൾഡ് മീറ്റ്സിലൊക്കെ പോയി. ഈ മീറ്റിൽ തന്നെ 7-10 അദ്ദേഹത്തിന് സ്റ്റുഡൻസ് വന്നു. 2 പേര് ഇപ്പം കൊറിയ പോകാൻ നിൽക്കുക, 60 കഴിഞ്ഞവരാ, 25 മെഡൽ ഓരോരുത്തരും ഉണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി കായിക താരങ്ങൾ ഈ നാട്ടിൽ തന്നെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് ഇങ്ങനെയുള്ളവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല, അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. എന്തുകൊണ്ട് ഇത്രയും യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ആൾക്കാർ സ്പോർട്സിലേക്ക് വരുന്നു? കാരണം അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ബിൽഡപ്പ് ചെയ്യാൻ ആൾക്കാർ നിൽക്കുക, ഫണ്ട് ചെയ്യാൻ നിൽക്കുകയാണ്. നമുക്കിവിടെ ഫണ്ടും ഇല്ല, ആൾക്കാർക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, അതുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. നമുക്ക് അതിലാണ് മാറ്റങ്ങൾ വരേണ്ടത്. ആ മാറ്റങ്ങൾ ഈ പ്രതിപക്ഷം ഭരണപക്ഷമായിട്ട് മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ ജയിക്കുന്നുള്ളത് ഈ പലപ്പോഴും ചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനസമ്പർക്ക അല്ലേ അവരുടെ പരാതികളും അവരുടെ അപേക്ഷകളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതുണ്ട്. പക്ഷേ ഈ അടുത്ത് തന്നെ വി ഡി സതീശ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പലപ്പോഴും നിന്ന് വാങ്ങുന്നത് കീറി കളയാറുണ്ട് എന്നുള്ളത് സതീശ് സാർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വ്യക്തി, ഈ അമ്മ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് ആരും കാണരുത്. ഈ കാണരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ എന്തോ പേഴ്സണൽ കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് പിന്നെ അദ്ദേഹം പക്ഷേ അതിന് വ്യാഖ്യാനിക്കപ്പെട്ടത് ആ രീതിയിലായിരുന്നു. കേരളത്തിൽ വ്യാഖ്യാനം എന്തല്ലേ, എന്ത് ചെയ്താലും ശരിക്കും അത്തരത്തിൽ നേരിട്ട് അഭിപ്രായം ചോദിക്കുന്നതിനൊപ്പം തന്നെ അത്തരത്തിൽ എഴുതി വാങ്ങുക എന്നുള്ളൊരു ശീലം മകനിലൂടെ തുടരുന്നുണ്ടോ? ഇപ്പൊ പലപ്പോഴും സന്ദർശിക്കുമ്പോഴും അതിന് പ്രത്യേകമായിട്ടൊരു വേദി സജ്ജമാക്കുകയോ പരിപാടി വെച്ചിട്ടോ എന്നല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങും. ഞാനിന്ന് ഞാൻ പറഞ്ഞു 4 വീടുകൾ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ വീട്ടിൽ പോയപ്പോൾ ഒരു വീടിന്റെ അപേക്ഷ വന്നു. ഞാൻ എൻ്റെ പരിമിതി പറഞ്ഞു. അപ്പം നമുക്കിപ്പം അതുകൊണ്ട് എവിടെ ചെന്നാലും ഇതേപോലത്തെ ആവശ്യങ്ങളായിട്ട് ആൾക്കാർ വരും. നമ്മൾ ഉള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു. എല്ലാം ശരിയാക്കാം എന്നായിരിക്കും, നമുക്ക് നോക്കാം എന്നായിരിക്കും പറയാം. ഒരു പക്ഷെ അവർ സമാധാനിപ്പിക്കലും നമ്മുടെ അത് കർത്തവ്യമാണെന്നുള്ള ബോധ്യപ്പെടുത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറയാറുണ്ട്. കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തത് ഞാൻ ചെയ്യില്ല എന്ന് തന്നെ പറയും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയും. കാരണം പിന്നെ ഒരു ഹോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ഒരു ആശ കൊടുത്താൽ, ഞാൻ കൊടുത്താൽ ആശ കൊടുക്കരുത്. ഇപ്പം നമുക്ക് ചിലപ്പോൾ അവർക്ക് നമ്മളോട് ചിലപ്പോൾ ഒരു വിഷമം ആ സമയത്തുണ്ടായാലും പിന്നെ അവർ അത് കാര്യം മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പറഞ്ഞ കാര്യം ചെയ്യും, ചെയ്യണ കാര്യം പറയൂ. പറയുന്ന കാര്യം ചെയ്യണമെന്നുള്ള 100% എനിക്ക് ആഗ്രഹമുള്ളതാണ്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതിരുന്നാൽ അപ്പം നമ്മൾ പരമാവധി ചെയ്യുന്ന കാര്യം പറയാവുള്ളൂ എന്നുള്ള ആഗ്രഹം ഉണ്ട്. എതിർച്ചേരിയിലുള്ളവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ എതിർച്ചേരിയിലാണെങ്കിൽ പോലും ഒരു പ്രവർത്തനങ്ങൾക്ക് മികവുകൊണ്ട് അഭിനന്ദിക്കാൻ തോന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഞാൻ പറയുന്നില്ല. ഇല്ല, അല്ലെങ്കിൽ എന്റെ അല്ലെങ്കിൽ ഒരു പക്ഷേ സൈബർ അറ്റാക്കിനുള്ള സാധ്യത, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഉത്തരം തരുന്നില്ല. ഇല്ല, പക്ഷെ അത്തരത്തിൽ മനസ്സിലുണ്ട് വ്യക്തിത്വങ്ങൾ ഒത്തിരി ഉണ്ട്. അത് ഈ ഇലക്ഷന് കാൻഡിഡേറ്റ് ആവാൻ സാധ്യത ഇല്ലാത്ത ആളാണെങ്കിലും ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ മത്സരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. അതൊരു വിഷയമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ വേറെ തലത്തിൽ ചിത്രീകരിക്കും. ഇപ്പം ഞാൻ BJP-യിലോട്ട് പോകാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ, ഏതെങ്കിലും പാർട്ടിയുടെ ആരെങ്കിലും പറ്റി. അപ്പം ഇലക്ഷൻ സാഹചര്യം ആയതുകൊണ്ട് ഞാൻ കമന്റ് ചെയ്തില്ല. പക്ഷേ ശരിക്കും അത് തുറന്നു പറയുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് കലോത്സവ വേദിയിൽ സതീശ് സാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചിട്ട് ആ ചെയ്ത പ്രവർത്തനത്തെ മികവുള്ളതാണെന്നുള്ളത് തുറന്നു പറയുകയും ചെയ്തു. അപ്പം ശരിക്കും എതിർ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും നല്ലതാണെങ്കിൽ തുറന്നു പറയുന്നതിൽ ഞാൻ പറയാറുണ്ട്, ഈ സാഹചര്യത്തിൽ പറയുന്നില്ല. അതെ, ശരിക്കും ഏറ്റവും അത്തരത്തിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ എന്തും തുറന്നു പറയാൻ പറ്റുന്നൊരു സുഹൃത്ത് ആരായിരിക്കും? അല്ല, നമുക്കിപ്പം എത്രയോ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു വളർന്നവരുണ്ട്, ഒന്നിച്ച് എന്താ പറയുക രാഷ്ട്രീയമായി പ്രവർത്തിച്ചു വന്ന ഒത്തിരി പേരുണ്ട്. അതിപ്പം എല്ലാ കാര്യങ്ങളും എങ്കിൽ പോലും രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ട് പോലും നമ്മൾ ചിലപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന മേഖല ഒന്നാണെങ്കിൽ പോലും നമുക്ക് എല്ലാത്തരം തുറന്നു പറയാൻ പറ്റുന്നവർ വളരെ വിരളമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ വിരളമാണ്. കാരണം എൻ്റെ കൂടത്തി കോളേജ് തൊട്ട് പഠിച്ചവരുണ്ട്. പക്ഷെ
നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഫ്രീ ആവാൻ പറ്റത്തില്ല. ഇല്ല എന്നുള്ളത് ഏതെങ്കിലും തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ ഉപദേശം തേടുന്ന ഒരു നേതാവ് ഉണ്ട്. ആരായിരിക്കും? AK തന്നെയാണ് അങ്ങനെ ഒരാളുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, VM സുധീരനുണ്ട്, MS അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ചണ്ടി സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അല്ലെങ്കിൽ കണ്ണ് നനയിച്ചൊരു രംഗം എന്ന് പറയുന്നത് ആന്റണി സാറും താങ്കൾ തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സംഭാഷണം. അത് വാക്കുകൾ വളരെ വ്യക്തമല്ല, അല്ലെങ്കിൽ കേൾക്കുന്നില്ലെങ്കിൽ പോലും ആ രംഗം ഭയങ്കരമായിട്ട് അതിനെ പിന്നെയും ഒരു ഭയങ്കരമായിട്ടൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഒരു ആശ്വാസമായിട്ടും ഒരു തണലായിട്ടും അല്ലെങ്കിൽ ഇവിടെ ഒരു അപ്പൻ സ്ഥാനമായിട്ട് അത് നികത്തുന്നുണ്ട്, അത് സാധിക്കുന്നില്ലെങ്കിൽ പോലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് എന്തെങ്കിലും വിഷമമാണ് ഞാൻ അദ്ദേഹത്തിനോട് പറയാറുള്ളത്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഒരു കൃത്യമായ മാർഗനിർദ്ദേശം തരുന്നൊരു വ്യക്തിയാണ്. അത് ഇന്നും അത് തുടർന്നു പോകുന്നു എന്നുള്ളത്. ഏതെങ്കിലും രീതിയിലേക്ക് മരണവുമായി ബന്ധപ്പെട്ട് അതിന് ശേഷമായിട്ടും ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുണ്ടെങ്കിൽ പോലും ആ മരണത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം പ്രകടിപ്പിച്ചൊരു വ്യക്തി ആരായിരിക്കും രാഷ്ട്രീയത്തിൽ? അതിപ്പം ഒത്തിരി പേര് ഞാൻ ഇവിടെയുള്ള ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ആണെങ്കിലും, പന്നിയൻ രവീന്ദ്രനാണെങ്കിലും, അതല്ല ബിനോയ് വിശ്വമാണെങ്കിലും, ഒത്തിരി പേര് അങ്ങനെ ഒരു മരണത്തിൻ്റെ രാഷ്ട്രീയം പ്രത്യേകിച്ചില്ല. മരണം ഒരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ എന്താ പറയുക, ഇതിനൊക്കെ അതീതനാക്കി എന്ന് ഞാൻ പറയും. ഈ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ മതത്തിനോ അല്ലെങ്കിൽ ഒരു ഭാഷയ്ക്കോ ഒക്കെ അതീതനായി അദ്ദേഹം എല്ലാവരും സ്നേഹത്തോടെ കരുതുന്ന ഒരാളെ മാറി. ഇനി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയസാധ്യത 99 നിൽക്കുകയാണ്. പക്ഷേ ആ സീറ്റുകളുടെ എണ്ണത്തിൽ 3 അക്കം കിടക്കും. 100% ആണ്. 100+ സീറ്റുകൾ 100 എന്തായാലും കിടക്കും. അതിൽ സംശയമില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ തിരക്കുകളിൽ നിന്ന് മിസ്സാവുന്ന കുറേ കാര്യത്തെ പറ്റൂ ഞാൻ പറഞ്ഞു. അപ്പം എപ്പോഴും ചോദ്യം കേൾക്കുന്ന ഒരു ചോദ്യം ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു മാറുന്നൊരു ചോദ്യമാണ് ശരിക്കും വിവാഹത്തെ പറ്റിയിട്ട് പറയുന്ന സമയത്ത്. ഞാൻ ചോദിക്കുന്ന അതേ രീതിയിലല്ല. സാർ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എനിക്ക് ആ ചോദ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും. തുടങ്ങിയിട്ടുള്ളൂ, സമയം ആവുന്നേ ഉള്ളൂ. അതെ, അല്ലല്ല, സീരിയസ്ലി തുടങ്ങുന്നേ ഉള്ളൂ സമയം. അപ്പോൾ ശരിക്കും പലപ്പോഴും നമ്മുടെ പ്രവർത്തന മേഖലയിൽ സജീവമായിട്ട് നിൽക്കുമ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ശരിക്കും എന്താ പറയുക, ആവശ്യകത ഇല്ലാത്തതല്ലേ ശരിക്കും? അല്ലെങ്കിൽ ആ മാറ്റം ആളുകളിലേക്ക് എപ്പോൾ വരും എന്ന് തോന്നുന്നുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ആ ചോദ്യം എല്ലാ സമൂഹത്തിലും ഉണ്ട്, എല്ലാ കാലവും കേൾക്കേണ്ട എല്ലാ കാലവും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ, മൂത്തി അച്ഛനാന്ന് എനിക്ക് ഓർമ്മ, അച്ഛൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇപ്പൊ സിംഗപ്പൂരിലെ ഒരു മനുഷ്യനോ ഏതോ ഒരു നാട്ടിലെ മനുഷ്യനെ കുറിച്ച് പറയുകയുണ്ടായി. ദിവസവും ഇയാൾ ചോദിക്കും കല്യാണം എന്നാ. അവസാനം ചോദിച്ച് ഒലക്കെടുത്ത് ഒരു ദിവസം അടിച്ചു തോന്നുന്നു. ഒലക്കില്ലല്ലോ ഞാൻ പറഞ്ഞത് എല്ലാ കൾച്ചറിലും ഉണ്ട്. ഇപ്പൊ നമുക്ക് മാത്രം ഉള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ഇച്ചിരി ഓപ്പൺലി ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ശരിക്കും ആ ചോദ്യമാണെങ്കിൽ പോലും കൃത്യമായ സമയത്ത് ഇന്ന കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് കുറേ കൂടി കേൾക്കേണ്ടി വരിക, വിവാഹമായി കുട്ടികളായി എന്നുള്ള സാധനം. ഇപ്പം ഈ ഘട്ടത്തിലൂടെ പോകുമ്പോൾ ഒരു പൊതുപ്രവർത്തനമായിട്ട് സജീവമായിട്ട് നിൽക്കുമ്പോഴും അതിൽ വിജയിച്ച് നിൽക്കുമ്പോഴും മറ്റൊരു തലത്തിലോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഇത് ഭയങ്കരമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മേഖല ഇതിലേതായിരിക്കും? ഇത് തന്നെയായിരിക്കും അല്ലേ? വിവാഹം തന്നെയാണ് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുള്ളത്. ആണ്. കുട്ടിയായിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കോളേജിലോട്ട് പോകുമ്പോഴും അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമല്ല. സമയത്തൊന്നും ഒരു അങ്ങനെ ഒരു ഇപ്പോഴാണ് ഒരു അപ്പയുടെ മരണശേഷം ഉള്ള ചോദ്യങ്ങൾ ആർക്കുള്ള, അത് സ്നേഹം കൊണ്ടുള്ള ചോദ്യം ഉണ്ട്. ഇതൊന്നും അല്ലാതെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പച്ചയായ ഒരു മനുഷ്യനിൽ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ? ആ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാറ്റി നിർത്തപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും ശരിക്കും? അല്ല, ഇപ്പം നമ്മൾ കല്യാണത്തിന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിന് ചോദ്യങ്ങൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കല്യാണത്തിന് എതിരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, എതിരാന്നും പറഞ്ഞിട്ടില്ല, കഴിക്കില്ലെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ ആവശ്യമില്ല, എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എതിര് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ഇതല്ലാതെ മറ്റിഷ്ടങ്ങൾ എന്തെങ്കിലും പൊതുപ്രവർത്തനം ആയതുകൊണ്ട് മാറ്റി നിർത്തി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം നമുക്കൊരു ഫ്രീഡം ഇല്ല. അതിപ്പം ചെറുപ്പം തൊട്ടുള്ളൊരു കാര്യം, അതിപ്പം അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കാഞ്ചനക്കൂടുണ്ട്, അതിപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഈ സ്വകാര്യത അതില്ല എന്നുള്ളത് നഷ്ടപ്പെടുന്നുള്ളത് എപ്പോഴെങ്കിലും. ഇപ്പോൾ പ്രത്യേകിച്ച് സിനി ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ക്യാപ്പ് വെച്ചിട്ട് മാസ്ക് വെച്ചിട്ട് ഒരു മാളിൽ പോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളെ ശ്രദ്ധ പിടിക്കാനോ സിനിമ കാണാൻ പോകാനോ ഒക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിലേക്ക്. അപ്പം അത്തരത്തിലുള്ള വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഒരുപക്ഷെ തിയേറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലായിക്കോട്ടെ, അത്തരത്തിൽ സ്വകാര്യത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകാറുണ്ടോ ശരിക്കും? അങ്ങനെ ചില
എന്താ പറയുക, ചില സ്പിരിച്വൽ കാര്യങ്ങളിൽ ആ എനിക്ക് അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. ആ പക്ഷെ പ്രാർത്ഥനയാണെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് പക്ഷെ ചില സ്പിരിച്വൽ കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ അത്രേ പറയുള്ളൂ, ബാക്കി പറഞ്ഞാലും പ്രശ്നമാണ്. അതല്ലേ, ആ പ്രശ്നമുള്ളതുകൊണ്ടാണ് അങ്ങനെ പോകേണ്ടി വന്നിട്ടുള്ളത് അല്ലേ. അത് വിവാദമാക്കി പോകും. നമ്മുടെ നാട്ടിലെല്ലാം വിവാദമാണ്. ചില സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എനിക്ക് അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ അത് അങ്ങനെ ഉൾക്കൊണ്ട് ഞാൻ സ്പെസിഫിക്കലി പറയില്ല. ഇനി കൂടുതൽ ചോദിച്ചാൽ അതും വിവാദമാവും. അതെ, ഈ പലപ്പോഴും ചാണ്ടി സാറിൻ്റെ മരണത്തിന് ശേഷം ഈ ഇലക്ഷന് നടക്കുന്നത് വരെ പലപ്പോഴും പറയുന്നൊരു വാചകമായിരുന്നു, ഇനി പലരും ചാണ്ടി സാറിൻ്റെ കല്ലറയ്ക്ക് സമീപമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്നേഹത്തിനപ്പുറത്തേക്കായിട്ട് ഇതൊരു ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിനെ വിജയമായിട്ട് ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ആൾക്കാർ വരിക എന്നുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ. ആൾക്കാരുടെ ഇടയിലേ ഇരുന്നിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോഴും ആൾക്കാർ വരുന്നത്, ഇന്നും ആൾക്കാർ വരുന്നത് അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാവായിട്ടാണ് ഇന്നും ആൾക്കാർ കാണുന്നത്. അതിനിപ്പോൾ എന്താ തെറ്റ്? ഇല്ല. അല്ല, ശരിക്കും അതേ ഒരു വിശുദ്ധനെന്നോ അതിൻ്റെ അപ്പുറം അദ്ദേഹത്തെ ഒരു ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് എന്ന നിലയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നു. ഇന്നും അദ്ദേഹത്തെ ആൾക്കാർ വന്നത് കാണുന്നു, അത്രേ ഉള്ളൂ. ഞാനങ്ങനെ കാണുന്നുള്ളൂ. അതിനകത്ത് ടൂളൊന്നോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് ഒന്നും ഞാൻ കാണുന്നില്ല. ഞാനതിനെ കാണുന്നത് ആൾക്കാർക്ക് ഇന്നും വന്ന് സങ്കടം പറയാനുള്ള ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹത്തെ കാണാൻ വരുന്നു. ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് കാത്തിരുന്ന സമയങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ട കുറേ കാര്യങ്ങൾ. അപ്പം എനിക്ക് ആ വരി ഒന്നുകൂടെ കുറിക്കണം തോന്നി. അയാൾക്ക് തുല്യം അയാൾ തന്നെ, പകരമില്ല മറ്റൊരാൾ, ദുഃഖിതൻ്റെ കണ്ണുനീർ ഉപ്പുരസം ഒന്ന് മാത്രം, തൊട്ടെറിഞ്ഞ് കൂടെ നിന്ന നല്ല നായകൻ എന്നുള്ള. അപ്പം ഇവിടെ വരുന്ന സമയത്താണെങ്കിലും കിട്ടുന്ന ആദരവുകളിലാണെന്നുണ്ടെങ്കിലും ഇവിടെ ഫോട്ടോ ഫ്രെയിമുകളാണെങ്കിൽ പോലും ഇപ്പം രാഷ്ട്രീയ ഭേദമന്യേ ചരിത്രത്തിൽ ഒപ്പം നിൽക്കുന്നൊരു പ്രവണത കണ്ടു. അതിനപ്പുറത്തേക്ക് മതങ്ങളേക്കാൾ അപ്പുറത്തേക്ക് കിട്ടുന്ന സ്വീകാര്യം പല ഫോട്ടോ ഫ്രെയിമുകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെ ഈ കാണുന്നൊരു POV എങ്ങനെ ശരിക്കും ഇതിനോടൊക്കെ ഉള്ളൊരു ആളുകളുടെ ഒരു സ്നേഹം കാണിക്കുന്നു, വരികളിലും വാക്കുകളിലും ചിത്രങ്ങളിലും ഒക്കെ അത് കുറിക്കുന്നു. അപ്പം എങ്ങനെയാണ് നോക്കി കാണുന്നത് ശരിക്കും? അല്ല, അത് എല്ലാത്തിനും അതീതമായൊരു ഫാക്ടർ. എം.എൻ. കാരശ്ശേരി പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളം ഇത്ര സ്നേഹമുള്ള നാടാണോ എന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ യാത്രയിൽ ചോദിക്കുകയുണ്ടായി. തീർച്ചയായും കേരളത്തെ പോലെ സ്നേഹമുള്ളൊരു നാടില്ല. കേരളത്തെ ആൾക്കാരെ നമ്മൾ സ്നേഹിച്ചാൽ ഇലക്ഷൻ വരും പോവും, ഇലക്ഷൻ ജയിക്കുന്നു, അതൊക്കെ എൻ്റെ അപ്പുറം ജനങ്ങളുടെ സ്നേഹം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇന്നും എനിക്ക് പ്രൂവ് ചെയ്യുന്നുള്ള കാര്യം. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് രണ്ടറ്റം വരെ, മറ്റേ അറ്റം വരെ പല ദിവസം യാത്ര ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാണുന്നൊരു സ്നേഹം ഞാൻ അന്ന് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ നിമിഷമെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഉയർപ്പെന്ന് വേണേൽ പറയാം. മരണമല്ല അദ്ദേഹത്തിൻ്റെ ഉയർപ്പാണ്. ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരികയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ഒരു മകൻ എന്നുള്ള സ്നേഹമാണ് എനിക്ക്. പക്ഷേ തോന്നിയിട്ടില്ലേ ആ സമയത്ത് ഇത്രത്തോളം ഈ ഒരു സ്നേഹം നമുക്കൊപ്പം ഉണ്ട്, നിശബ്ദ സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ടത് കാണാൻ അദ്ദേഹം ഉള്ളപ്പോൾ ഇത് ഉണ്ടായിരുന്നെങ്കിൽ? അദ്ദേഹം ഇത് കാണുന്നുണ്ടല്ലോ, അദ്ദേഹം കാണുന്നുണ്ട് എന്നുള്ളത് എന്നിലൂടെ കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം, എനിക്കറിയില്ല, എവിടെയോ അദ്ദേഹത്തിൻ്റെ കടം ഞാൻ തീർക്കാറുണ്ട്. ചില കടങ്ങൾ ഞാനൊരു ശിവൻ്റെ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് അവർ പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിനൊരു കടമുണ്ടായിരുന്നു, ഇവിടെ വരാൻ ഏറ്റിരുന്നു, അദ്ദേഹം വന്നില്ല, അദ്ദേഹത്തിന് വരെ മകൻ എത്തിയെന്ന് പറഞ്ഞു. ഓക്കെ, അത് പറഞ്ഞിട്ട് കൂടിയല്ല, അത് നിയോഗം അവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത്. അവിടെ എത്തിച്ചു. അപ്പോൾ പല കടങ്ങളും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീട്ടുന്നുണ്ട്. പലരെയും അദ്ദേഹം ഉയർത്തണമെന്ന് ആഗ്രഹിച്ച പലരെയും, അല്ലെങ്കിൽ അദ്ദേഹം പ്ലേസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആരെയും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആഗ്രഹം ഞാനിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എനിക്ക് പൂർത്തീകരിക്കാൻ അവസരം ലഭിച്ചു എന്ന് ഞാൻ ചെയ്യുന്നു. അത് നിശബ്ദ സാന്നിധ്യമായിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അസാന്നിധ്യത്തിലും സാന്നിധ്യമായിട്ട് മാറുന്നുണ്ട്. സാന്നിധ്യം ഇല്ലാതെ വരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അതുകൂടെ ചേർക്കാതെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഈ സംഭാഷണം. പ്രത്യേകിച്ച് ഇതെൻ്റെ രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ് കാണുന്നത്. ഇത് അഭിമുഖം ഇരിക്കുന്നു, മുഖാമുഖം നമ്മളിരിക്കുന്നു. ഇതെല്ലാം അതിന് മുമ്പ് കാണുന്നത് കലോത്സവത്തിൻ്റെ വേദിയിൽ ഞാനൊരു കലോത്സവത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലോട്ടുള്ള യാത്രയ്ക്കിടെ അവിടെ വടക്കുന്നാഥൻ്റെ മണ്ണിൽ അവിടെ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഉത്സവത്തിൽ ആനയോടൊപ്പം മേളക്കാരോടൊപ്പം ചേർന്നിട്ടാണ് അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പൊതുപ്രവർത്തകനില്ല, അവിടെ ഒരു ആസ്വാദകൻ മാത്രമായിട്ട് അവർക്കൊപ്പം നിന്ന് കാണുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ ആദ്യ കാഴ്ച അങ്ങനെയായിരുന്നു. അത് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം പിടിച്ചു പറ്റിയൊരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനൊപ്പം ഇതെല്ലാം ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്ടങ്ങളും ആളുകളുടെ ഒപ്പം എവിടേക്കോ അദ്ദേഹത്തിലൂടെ പിന്തുടരുന്ന കുറേ കാര്യങ്ങൾ കൊച്ചിലെ മുതൽ കണ്ടു വരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം
ഇത് തുടരട്ടെ, ആ യാത്ര എപ്പോഴും സംഭവിക്കട്ടെ. അതിനൊപ്പം തന്നെ ഇത്തരം വേദികളിൽ എവിടേക്കോ ഒരു പൊതുപ്രവർത്തനം ജനപ്രതിനിധിന് അപ്പുറത്തേക്കായിട്ട് ഒരു സാധാരണക്കാരനായിട്ട് ഒരു മലയാളി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മുഴുവൻ സജീവമായിട്ട്, പ്രത്യേകിച്ച് ഈ അടുത്ത് തന്നെ നടക്കുന്ന പല വേദികളിലും സദസ്സിലിരുന്ന് ആസ്വദിക്കുന്നതും ഏറ്റവും മികച്ച നൃത്തം അഭ്യസിച്ചിട്ടുണ്ടോ എന്ന് വരെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡാൻസ് വരെ കണ്ടു. അപ്പം ഇതെവിടേക്കോ ഉണ്ട്, അതിനൊരു മറയില്ലാതെ മാസ്ക് ഇല്ലാതെ അവർക്കൊപ്പം നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒന്ന് ഒപ്പമുണ്ട്. അപ്പോൾ അത് അപ്പനുള്ള അനുഗ്രഹം കൊണ്ടായിരിക്കാം മേ ബി. എങ്ങനെയാണ് ശരിക്കും അത്? അല്ല, അത് സ്വാഭാവികമായിട്ടുമുള്ള നമ്മൾ എന്താണോ അതാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ബിലീവർ ആണോ എന്ന് ചോദിച്ചാൽ ഒരു 10 വർഷം മുമ്പുള്ളതല്ല, പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയാണ്. 10 വർഷം മുമ്പ് എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പം എൻ്റെ സാഹചര്യങ്ങളും ഞാൻ കടന്നുപോയ വഴികളും എനിക്ക് എന്താ പറയുക, ഈ രാജ്യം ഈ നാട് തന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസും, ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ ഒരു ആകത്തുകയാണ് ഇന്ന് ഞാൻ പറയും. അതെ, ആകെ തുക അങ്ങനെ തന്നെ തുടരട്ടെ. ഒരുപക്ഷെ അപ്പൻ്റെ മകനായിട്ട് മാത്രമല്ല, പ്രവർത്തന മികവ് കൊണ്ടും പുതുപ്പള്ളിയുടെ മാത്രമല്ല മലയാളത്തിൻ്റെ പ്രിയ നേതാവായിട്ട് തുടരുക. പ്രതിപക്ഷം ഭരണപക്ഷമായി മാറുമ്പോഴാണെങ്കിലും താങ്കളുടെ ഉള്ളിലെ ദീർഘവീക്ഷണത്തെ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ. കുറേയധികം പ്രവർത്തന മികവ് താങ്കളോട് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.